ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ടോപ്പിക്ക് കുറച്ച് സെൻസിറ്റീവാണ്, അതേപോലെ കുറച്ച് കോൺട്രവേഴ്ഷ്യലുമാണ്. അപ്പോൾ ഈ ഓൺലി ഇഫ് യു ക്യാൻ ഹാൻഡിൽ ദ ട്രൂത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അവസാനം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതെന്താ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയാൻ നിൽക്കണ്ട. അതിനാണ് ആദ്യം തന്നെ ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. ഇഫ് യു ആർ സൂപ്പർ റിലീജിയസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിങ്ങളെ ഒഫൻഡ് ചെയ്തു എന്ന് വരാം. പക്ഷേ ഇതാണ് സത്യം. ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സത്യം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ ഇതുതന്നെയാണ്, അങ്ങനെയല്ല പറയുന്നത്, പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സ്നോഫ്ലേക്ക് ഒന്നല്ല, പെട്ടെന്ന് ഒഫൻഡ് ആവണ അല്ലെങ്കിൽ മാത്രം വീഡിയോ കാണുക. കുറച്ച് റാഷണൽ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്തായാലും കാണുക. അത്രേ പറയാനുള്ളൂ. ഇറ്റ്സ് കൺസിഡർ ദിസ് ആസ് എ വാർണിംഗ് ഫോർ ദിസ് വീഡിയോ. യെസ്, ലെറ്റ്സ് ഡു ദിസ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ബിൽഡപ്പ് കിട്ടാൻ വേണ്ടി, കുറച്ച് ഹുക്കിന് വേണ്ടി പറഞ്ഞ കാര്യമല്ല, ഇത് ആക്ച്വലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു കോണ്ടെക്സ്റ്റ് പറയാനുണ്ട്. അതായത് നമ്മൾ എന്ത് ടോപ്പിക്കും, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം, നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ വീഡിയോ, എന്ത് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം കോണ്ടെക്സ്റ്റ് പറയില്ല. എല്ലാവരും കാര്യം ഇങ്ങനെ അങ്ങനെ, അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ബാക്കിൽ, വൈ ദിസ് ഈസ് ഹാപ്പനിങ് ആൻഡ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു, ഇത്രയും കാലമായിട്ടുള്ള ഇപ്പം ഇന്നൊന്നല്ല തുടങ്ങിയതല്ല, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു, പുറത്തേക്ക് വരുന്നു എന്ന് നമ്മളതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിൽ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു, അതുകൊണ്ടാണോ ഇതിപ്പോൾ പൊങ്ങി വരാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഒരു 10 മിനിറ്റ് ഞാൻ കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് UK-ലാണ്. അപ്പോൾ യു കെ പൊളിറ്റിക്സിൻ്റെ ഒരു ബേസിക് ഒരു സംഭവങ്ങളും മനസ്സിലാക്കണം. നമ്മൾ ഈ 13-ാം തീയതി നമ്മൾ ഈ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയിലൊന്നും ഇത് വന്നതായിട്ട് എനിക്കും അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സെപ്റ്റംബർ 13 കഴിഞ്ഞ ആഴ്ച ആ ഒരു സമയങ്ങളിൽ നമ്മളൊരു വലിയൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. 3 മില്യൺ ആൾക്കാർ വന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഓർഗനൈസർ പറയുന്നത്. പക്ഷെ അതൊക്കെ ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം പേര് എന്തായാലും വന്നിട്ടുണ്ട്. 3 മില്യൺ 30 ലക്ഷമാണ്, അതൊന്നും എന്തായാലും വന്നിട്ടില്ല. അവിടെ അത്രയും പോപ്പുലേഷനേ ഇല്ല ലണ്ടനിലാണ് ആ ഒരു സംഭവം നടന്നത്. വലിയ പ്രൊട്ടസ്റ്റായിരുന്നു, ഫ്രീ സ്പീച്ച് പ്രൊട്ടസ്റ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പുറമെയുള്ള പേര്. ആക്ച്വലി ഇതിൻ്റെ ഓർഗനൈസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോമി റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയാണ്, റൈറ്റ് വിങ്ങിൻ്റെ ആളാണ്. ഓക്കെ, ആൻറ്റി ഇമിഗ്രേഷൻ ആണ് ഇവരുടെ ഒരു മെയിൻ ഒരു പ്രഖ്യാപിത നയം എന്നൊക്കെ പറയില്ല. അതായത് അവരുടെ ഒരു മെയിൻ ഉദ്ദേശം ആൻറ്റി ഇമിഗ്രേഷനാണ്. അത് ഇല്ലീഗൽസായിട്ട് വരുന്ന ഇമിഗ്രൻസിനാണ് പ്രത്യേകിച്ച്. പക്ഷെ പറയുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തും. ഇപ്പം നിങ്ങൾ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ബ്രൗൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ലീഗലാണോ ഇല്ലീഗലാണോ ഒന്നും അവർ നോക്കില്ല. ബേസിക്കലി ഒരു വലിയ കൂട്ടം ആൾക്കാരാണ്. ഈ റൈറ്റ് വിങ്ങിൽ തന്നെ പല ആൾക്കാരുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റീസണബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാത്രം പുറത്താക്കിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്, എല്ലാവരെയും പുറത്താക്കണം, വൈറ്റ്സ് മാത്രം ഇവിടെ മതി എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി വലിയൊരു റാലി നടത്തിയത്. 1.5 ലക്ഷം പേരിൻ്റെ റാലി. ഫ്രീ സ്പീച്ച് റാലി എന്ന് എന്തുകൊണ്ടാണ് അതിനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലേബർ പാർട്ടി ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. സ്റ്റാർമർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സ്റ്റാർമർ എന്നല്ലേ പുള്ളിയുടെ പേര്? സ്റ്റാർമർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ വന്നപ്പോൾ ഈ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് 2023 മാത്രം 12,183 ആൾക്കാരിനെ പിടിച്ച് ജയിലിലിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അതായത് നമ്മുടെ അവിടെ കോമഡി പറഞ്ഞാലാണ് ജയിലിലിടുക, അവിടെ വെറുതെ കമൻ്റ് ഇട്ടു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് 12,000 പേരിനെ ഒരു കൊല്ലം മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം കൂടി ബാക്കിൽ നടക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ടോമി റോബിൻസനെ തന്നെ പല കേസിലൊക്കെ പെടുത്തി അവർ കുറച്ച് കാലം ജയിലിൽ ഇട്ടതാണ്. ടോമി റോബിൻസൻ്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി മുസ്ലിമാണ് പുള്ളി. അതായത് ഈ മുസ്ലിം മൈഗ്രേഷനെതിരെ ഒരുപാട് പേര് വരുന്നു, അവർ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി മുസ്ലിമാണ് ടോമി റോബിൻസൺ. ഇന്ത്യൻ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് പുള്ളീനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ കുറേ ഡോക്യുമെൻ്ററി ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു ആക്ടിവിസ്റ്റ് പോലെയാണ് ഈ ആൻറ്റി ഇമിഗ്രേഷന് വേണ്ടിയിട്ടും ഈ റൈറ്റ് വിങ്ങിലേക്ക് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് ആ സംഭവം പിടികിട്ടിയല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇൻ്റർനെറ്റ് എക്സൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇയാളൊരു കുറേ തവണ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു റാലി നടത്തി. ഈ റാലി ഭയങ്കര കോമഡിയാണ്. ഇതിൽ ബ്രയൻ ടമാക്കി എന്ന് പറഞ്ഞിട്ടൊരു ആളൊക്കെ ഉണ്ട്. ആ പുള്ളിയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. മവോരി ആയിട്ടുള്ള ആളാണ്, ഈ ന്യൂസിലൻഡുകാരനാണ്. ഇപ്പോൾ മവോരിയുടെ ആൾക്കാർ വന്നിട്ട് പള്ളി കത്തിക്കണം, അമ്പലം കത്തിക്കണം, എല്ലാം ക്രിസ്ത്യൻസ് മാത്രം മതി ഇവിടെ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ട്രീം റാഡിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ആളാണ് ഈ ബ്രയൻ ടമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. പുള്ളിയും അപ്പം അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവർ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഒരു സ്പെക്ട്രം പോലെയാണ് ഈ റാലിയിൽ ഉള്ള ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഈ റാലി നിങ്ങൾ ഏത് ന്യൂസാണ് വായിക്കുന്നത് അതുപോലെ ഇരിക്കും. ചിലവർ പറയും ഇത് ഇവർ റീസണബിൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ റാലി നടത്തിയതെന്ന് പറയും ചിലവർ. റൈറ്റ് വിങ് മീഡിയ ആണെങ്കിൽ. ലെഫ്റ്റ് വിങ് മീഡിയ ആണെങ്കിൽ പറയും കണ്ടില്ലേ, ഇത് ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള റാലിയാണ്, എല്ലാവരും കത്തിക്കണം എന്ന് പറയുന്നു, എല്ലാ റിലീജിയനും ബാൻ ചെയ്യണമെന്ന് പറയുന്നു, ഇവിടെ ക്രിസ്ത്യൻസും വൈറ്റ്സും മാത്രം മതി എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കും നിങ്ങൾ ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ന്യൂസാണ് നിങ്ങൾ കാണണമെങ്കിൽ അങ്ങനെ പറയും. ഐഡിയ മനസ്സിലായില്ലേ? പക്ഷേ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ എല്ലാം കത്തിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വിത്ത് വീഡിയോ പ്രൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഫ്ലാഗ് കത്തിച്ചിട്ടുണ്ട്, പാലസ്തീൻ്റെ ഫ്ലാഗ് കത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഷോമാൻഷിപ്പ് പോലെ കുറേ കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആ റാലിയിൽ ബേസിക്കലി നടന്നത്. റാലിയിൽ പിന്നെ വേറെ ആരെയും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്, ഇലോൺ മസ്ക് അണ്ണൻ വന്ന് പുള്ളി മറ്റേ സൂമിലോ എന്തിലോ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ കോളിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ട്രംപ് പുറത്താക്കിയതിന് ശേഷം ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിൽ അത്ര ഇടപെടാൻ പറ്റുന്നില്ല ഇലോൺ മസ്കിന്. അപ്പം നേരെ നാട് കടത്തി ഇപ്പോൾ ഇനി UK പോയി അവിടുത്തെ എല്ലാവരും ശരിയാക്കിയിട്ട് വേണം ഒരു സമാധാനമാവാൻ പറ്റ്. ഇപ്പോൾ ഫുൾ ടോമി റോബിൻസനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടും ഫാർ റൈറ്റ് ഈ ഒരു റൈറ്റ് വിങ്ങിൻ്റെ ഈ ആക്ടിവിറ്റീസ് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പോസ്റ്റുകളും ഇലോൺ മസ്ക് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇലോൺ മസ്കിന് എന്താ വേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പീറ്റർ തീൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ ഒരു ചങ്ങാതി ഉണ്ട്. അയാളുടെ പാലന്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. പാലന്റിയറിൻ്റെ കയ്യിലാണ് അമേരിക്കക്കാരുടെ അടിയാധാരം തൊട്ട് ഇനി നാളെ അവർ എന്ത് ചെയ്യണമെന്ന് വരെ ഉള്ളത് മുഴുവൻ പാലന്റിയറുകാരുടെ അടുത്താണ്. ആ ഡാറ്റ മുഴുവൻ ഒരു ഡാറ്റ കമ്പനിയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റും ചെയ്തിട്ടുണ്ട്. പാലന്റിയറും ആ ഒരു ഈവിൽ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. എല്ലാം കണക്റ്റഡാണ്. ഞാനിങ്ങനെ പോഡ്കാസ്റ്റ് ഇടയിൽ ഇങ്ങനെ പറയുന്നത് നമ്മൾ ചെയ്തത് സെൽഫ് പ്രൊമോഷനായിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി കണക്റ്റഡാണ്. ഇവർക്ക് US മാർക്കറ്റ് ഓൾറെഡി കിട്ടി. $1 ബില്യൺ ഡീല് ട്രംപ് പാലന്റിയറിന് കൊടുത്തു. ഡാറ്റ മക്കളെ നിങ്ങൾ എടുത്തോ, ഡാറ്റ എല്ലാം എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ട്രംപിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? UK യൂറോപ്പിക്ക് പോകണം. ഓൾറെഡി പാലന്റിയറിൻ്റെ പല സംഭവങ്ങളും ഈ ഇൻ്റലിജൻസുകാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മൊത്തം ജനങ്ങളുടെയും കൂടെ എടുക്കണം അവർക്ക് ഡാറ്റ. പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ്. അതായത് ഇനി എന്ത് സംഭവിക്കും എന്നാണ് അവർ പ്രഡിക്റ്റ് ചെയ്യാനുള്ളൊരു അൽഗോരിതമാണ് പാലന്റിയറിൻ്റെ കയ്യിലുള്ളത്. തീവ്രവാദി ആക്രമണം നടക്കുമോ, എപ്പോൾ നടക്കും എന്ന് അവർ പ്രഡിക്റ്റ് ചെയ്യും. അത്രയും കയ്യിൽ സംഭവങ്ങളുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് പീറ്റർ തീലിൻ്റെയാണ്. പീറ്റർ തീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലോൺ മസ്കിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിനുള്ള പുഷാണ് ഇത് എന്ന് വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതാണ് സംഭവം. മിക്കവാറും അതന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഇലോൺ മസ്കിന് UK പോയി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്.
പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് സിവിൽ വാർ നടത്തണം യൂറോപ്പിലും യു കെയിൽ സിവിൽ വാർ ഇസ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്ന ഒരു ഇലോൺ മസ്കിൻ്റെ ഒരു ലോഡ് പോസ്റ്റുകളും കമൻറ്റുകളുമാണ്. അതിനെ എല്ലാം കൂടി കോമ്പൈൽ ചെയ്തിട്ട് ഒരു ഇമേജ് ഉണ്ട്. അത് ഭയങ്കര ഒരു ഫേമസ് പോസ്റ്റാണ്. അതായത് പുള്ളിക്ക് അവിടെ സിവിൽ വാർ നടക്കണം, ആൾക്കാർ തമ്മിൽ അടിക്കണം. അപ്പോഴാണ് ഇവർക്ക് ഈ പാലന്റിയറിൻ്റെ ഡീല് ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കണ്ട അവിടെ യുദ്ധം ഈ സിവിൽ വാർ നടക്കുന്നില്ലേ, അപ്പം ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് വല്ല നടക്കുമോ എന്ന് പറയിപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇലോൺ മസ്കിൻ്റെ ഇതിലുള്ള ഇൻട്രസ്റ്റ്. അല്ലാണ്ട് പുള്ളിക്ക് ഇപ്പോൾ നാട് നന്നാക്കണമെന്നോ നാട്ടുകാർ നന്നാക്കണമെന്നോ ഒന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അതവിടെ കഴിഞ്ഞു. അതായത് ഇലോൺ മസ്കിൻ്റെ ഇതിലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഇല്ലീഗൽസിൻ്റെ കണക്ക് യു കെയിലേക്ക് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്കും പഠിക്കാനും എല്ലാമായിട്ട് പോകുന്നുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. റേസിസം ഇപ്പോൾ എല്ലാം അവിടെ പോയാലുണ്ടാവും. അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് റേസിസം പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഈ വേറൊരു ടൈപ്പ് ഇല്ലീഗൽസ് ഇവിടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അസൈലം സീക്കേഴ്സ് എന്നാണ് ഇവരിനെ പറയുക. അസൈലം സീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയ, ഈ യുദ്ധം നടക്കുന്ന സിവിൽ വാർ നടക്കുന്ന ഈ ആഫ്രിക്കൻ കൺട്രീസൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഈ സുഡാൻ അങ്ങനത്തെ അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സിവിൽ വാർ ആണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരിനെ യു കെ ഗവൺമെൻറ് ഒഫീഷ്യലി അവരിനെ വെൽക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അസൈലം സീക്കേഴ്സ്. അപ്പോൾ അവർ ഈ ബോട്ടിലാണ് ഈ ഇംഗ്ലീഷ് ചാനലുണ്ടല്ലോ ഫ്രാൻസിൻ്റെയും യു കെൻ്റെയും ഇടയിൽ, ആ വഴി ബോട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ചെറിയൊരു കണക്കുണ്ട്. 2018 ശേഷം ഇതുവരെ 1,79,000 1,80,000 അടുത്ത് ആൾക്കാർ അങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്. മൊത്തം അസൈലം സീക്കേഴ്സ് യു കെയിലുള്ളത് 6 ലക്ഷം പേര് അസൈലം സീക്കേഴ്സ് മൊത്തം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 6 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60 മില്യണോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് അത് കണക്കാക്കാമല്ലോ എത്ര പേരുണ്ട് എന്ന്. ഇതാണ് അവിടുത്തെ ഒരു സംഭവം, ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളത് ലേബർ പാർട്ടിയാണ്. ഈ സ്റ്റാമർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ലേബർ പാർട്ടിയുടെയാണ്, ലിബറലാണ്. പുള്ളീനെ എതിർക്കാനും പുള്ളീനെ ഒന്ന് താഴെയിറക്കാനും പുള്ളീനെ ഒന്ന് പേടിപ്പിക്കാനുമാണ് ഇവർ ഈ റാലി നടത്തുന്നത്. ടോമി റോബിൻസൺ ലേബർ പാർട്ടിക്ക് എതിരാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞു, റൈറ്റ് വിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഈ റൈറ്റ് വിങ്ങും ഇവരിങ്ങനെ ഈ ആൻറ്റി ഇമിഗ്രേഷൻ ആയതും ഈ ഒരുപാട് ഇങ്ങനെ ഇമിഗ്രൻസ് വരുന്നതിനെക്കുറിച്ച് കുറ്റം പറയുമ്പോഴെല്ലാം നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു വാക്ക് കേൾക്കും, ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടനിലെ യു കെയിലെ ഏറ്റവും വലിയ ദ കവറപ്പ് ഓഫ് ദി സെഞ്ച്വറി എന്നും കവറപ്പ് ഓഫ് ബിഗ്ഗസ്റ്റ് കവറപ്പ് എവർ ഹാപ്പൻഡ് ഇൻ യു കെ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. എന്താണ് ഗ്രൂമിങ് ഗ്യാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ട്രൂ സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത്. ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്ഷൽ ഗ്രൂമിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക്കലി ട്രാപ്പാക്കുക. ഓക്കെ, അതായത് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ആൻഡ്രൂ ടേറ്റിൻ്റെ പോഡ്കാസ്റ്റിൽ ഒരു ലവർ ബോയ് മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതായത് പുള്ളി തന്നെ ആൻഡ്രൂ ടേറ്റിൻ്റെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലവർ ബോയ് മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കൺസെൻറ്റോടുകൂടി ഈ പെൺകുട്ടികളെ ട്രാപ്പാക്കിയിട്ട് അബ്യൂസ് ചെയ്യുക, പീഡിപ്പിക്കുന്നത് അവർക്ക് പോലും അറിയില്ല ഇതൊരു പീഡനമാണെന്ന്. അവർ വിചാരിക്കും ഇത് എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഞാൻ ചെയ്യല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ചെയ്യല്ലേ, എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ ചെയ്യല്ലേ, ഇത് പീഡനമല്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണെന്ന് അവരെ കൊണ്ട് വിചാരിപ്പിച്ചിട്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു സംഭവമാണ് ദ ഗ്രൂമിങ് എന്ന് ഇവർ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത്. എനിക്കും ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് വിളിക്കാമെന്ന് ഒട്ടും താല്പര്യമില്ല. പെർഫെക്റ്റ് ആയിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ
ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഗ്യാങ് എന്ന് വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേർഡ് യൂസ് ചെയ്യേണ്ടി വരും. റേപ്പ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യേണ്ടി വരും. റേപ്പിംഗ് ഗ്യാങ് എന്ന് വിളിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വിളിച്ച് അങ്ങനെ തമ്മിൽ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് എൻ്റെ വീഡിയോ എപ്പോൾ ഫ്ലാഗ് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഇവരൊക്കെ ഈ ഗ്രൂമിങ് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഗ്രൂമിങ് സീംസ് സംതിങ് എന്തോ ഒരു ചെറിയൊരു കാര്യം എന്ന് പോലെ നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഫക്കിങ് ഡിസ്ഗസ്റ്റിങ്. ഇതപ്പോൾ ഇത്രയും ഞാൻ ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു 2-3 ആഴ്ച ഞാൻ അതിന് പിന്നാലെ ഇരിക്കുന്നു. ഈവൻ ഐ ആം ലിറ്റിൽ ഡിപ്രസ്ഡ് ഇതൊക്കെ കൂടി കണ്ടിട്ടും കേട്ടിട്ടും. കാരണം അത് ഡിപ്രസ് ആവാനുള്ള കാരണം ഞാൻ ആദ്യം ഇപ്പല്ല ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഗ്രൂമിങ് ഗാങ്സ് ഇങ്ങനെ UK എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ഈ ഓൺലി ഫാൻസ് മാനേജേഴ്സൊക്കെ പോലെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാങ്ങുകളായിട്ട് ചെയ്യുന്നു എന്നാണെന്ന് നമ്മൾ വിചാരിക്കും. ഇത്ര 1000 വുമൺ വിക്ടിംസ് ആണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? വുമൺ എന്ന് കേൾക്കുമ്പോൾ ഇത്ര ഗ്രൂമിങ് ഗാങ്സ് ഇത്ര വുമണിനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വുമൺ എന്നോ ഒരു 10-20 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിൽ എന്തായാലും ഉണ്ടാവും നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഹെഡ്ലൈനിൽ ഇങ്ങനെ ഉണ്ടാവും. ഗ്രൂമിങ് ഗാങ്സിൻ്റെ ഹെഡ്ലൈനിൽ നമ്മൾ വലിയ എത്ര വുമൺ ഉണ്ടാവും. ഇത് തൊട്ട് താഴെ വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും 10 തൊട്ട് 17, 11 തൊട്ട് 15 വയസ്സുള്ള പെൺകുട്ടികളാണ്. 10ഉം 11ഉം ഒക്കെ വുമണാണോ? അത് ചൈൽഡല്ലേ? അതെങ്ങനെയാണ് ഇവർ വുമൺ എന്ന് വിളിക്കണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതാണ് അത് ഇങ്ങനെ ഇതിനെ ഒരു ടോൺ ഡൗൺ ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി ദ ഗ്രൂമിങ് ഗ്യാങ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ശരിക്കും വിളിക്കാനേ പാടില്ല. ഇറ്റ്സ് ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഗ്യാങ് എന്ന് വിളിക്കണം. പക്ഷേ ഇങ്ങനെയാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്, ഇങ്ങനെയാണ് ഇവർ ഇതിനെയൊക്കെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഫക്കിംഗ് ഡാർക്ക്. ഫസ്റ്റ് തന്നെ ഞാനത് പറഞ്ഞില്ല, ഇത് പറയരുത്. ഇറ്റ്സ് ഫക്കിംഗ് ഡാർക്ക്. ഇറ്റ്സ് ഒരു വലിയൊരു കഥ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ റൈറ്റ് വിങ്ങുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രൂമിങ് ഗാങ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ കുറേ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഇവർ പല സ്റ്റഡീസും എല്ലാം പറയുന്നത് മെജോറിറ്റി പാകിസ്ഥാൻ ബോൺ ബ്രിട്ടീഷ് സിറ്റിസൻസ് ആണ് ഇതിൻ്റെ പിന്നിൽ. അതായത് 80%, 90%, ചില കേസുകളിൽ 100% പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിംസാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പല സ്ഥലത്തുനിന്ന് അക്യൂസേഷൻസ് വരുന്നത്. പല സ്റ്റഡീസും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ടോമി റോബിൻസണും ബാക്കി റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാരും ഈ ആൻറ്റി മുസ്ലിം നെറേറ്റീവിൽ ദ ഗ്രൂമിങ് ഗാങ്സിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് മുസ്ലിംസ് ഇങ്ങനെ വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സംഭവം അവർ ഈ അക്യൂസ് ചെയ്യുന്നത് ദ ഗ്രൂമിങ് ഗാങ്സിൻ്റെ ആ ഒരു കേസിനെ പുറത്ത് കൊണ്ട് കാണിച്ചിട്ടാണ്. അപ്പം നമുക്കൊരു സംശയം വരും, ഈ എല്ലാ റൈറ്റ് വിങ്ങും ഏത് രാജ്യം എടുത്താലും ഈ റൈറ്റ് വിങ് ആയതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റിനെ ടാർഗറ്റ് ചെയ്യുക, പിടിയിട്ട്. അതായത് മൈനോറിറ്റിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്യും. ഈ മെജോറിറ്റി ഉള്ള ആൾക്കാരിനെ ഒന്നിപ്പിക്കണം അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അയ്യോ മെജോറിറ്റി ഉള്ള ആൾക്കാരെല്ലാം അപകടത്തിലാണ്, ഈ മൈനോറിറ്റീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും, അല്ലെങ്കിൽ മൈനോറിറ്റീസ് നമുക്ക് എപ്പോഴും ഒരു ആപത്താണ്, അവർ ശരിയല്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറ്റം പറഞ്ഞ് അതിലൂടെ ഈ മെജോറിറ്റി ഉള്ള ആൾക്കാരെ ഒന്നിപ്പിക്കാനാണ് എപ്പോഴും റൈറ്റിംഗുകാർ ശ്രമിക്കുക. അത് ഇഷ്ടം പോലെ കേസസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അങ്ങനെ ഒരു കേസ് മാത്രമാണോ ഇത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗൂഗിളിൽ പോകും. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ആദ്യം കേൾക്കുമ്പോൾ പാകിസ്ഥാൻ ബ്രിട്ടീഷുകാരാണോ ഈ ഇങ്ങനെയുള്ള ഈ കേസുകളിൽ ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് കേസുകളിൽ ബ്രിട്ടനിൽ മെയിനായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു സംശയം വരും. എനിക്ക് ഇതേപോലെ സംശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കും, അല്ലെങ്കിൽ ChatGPT എടുക്കും, നമ്മളത് അടിച്ചു നോക്കും. അടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഉത്തരം കിട്ടും. അതിൽ പറയും അല്ല, നോ ഇറ്റ്സ് നോട്ട്, വൈറ്റ്സ് ആണ് കൂടുതൽ, ബ്രിട്ടീഷുകാരാണ്, വൈറ്റ്സ് ആയിട്ടുള്ള എത്തനിസിറ്റിയിലുള്ള ആൾക്കാരാണ് ഈ ഇങ്ങനത്തുള്ള SCE എന്ന് പറയും, അതായത് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. അതിന് ഒരു എല്ലാത്തിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിൽ വൈറ്റ്സ് ആണ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ നിർത്തി, ഓഹോ ഇത് ഫേക്കാണ് പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയിട്ട് പോവാം. അവിടെ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യണം. നമ്മൾ കുറച്ചുകൂടെ റിസർച്ച് അതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ചുമ്മാ ആദ്യം കണ്ടത് സെൻറ്റൻസ് മാത്രം വായിച്ചിട്ട് നമ്മൾ നിർത്താൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ കുത്തി ചോദിക്കണം, ഇതുള്ളതാണോ, ഇത് ഏത് റിപ്പോർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഈ ഒരു സംഭവം വൈറ്റ്സാണ് കൂടുതലെന്ന് ഞാൻ കേട്ടത് ഇങ്ങനെയല്ലല്ലോ, മൊത്തം എത്ര സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് റിസർച്ചേഴ്സിൻ്റെയും ദ ഗ്രൂമിങ് ഗാങ്സിനെ കുറിച്ച് എത്ര സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, അതിലേത് സ്റ്റഡിയിലാണ് ഇങ്ങനെ പറയുന്നത് വൈറ്റ്സാണ് കൂടുതലെന്ന്, പാകിസ്ഥാൻകാരാണ് കൂടുതലെന്ന് ഏതൊക്കെ സ്റ്റഡീസിലാണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. അവിടെയാണ് നമുക്ക് ഇതിലൊരു വലിയൊരു സംഭവം നമുക്ക് മനസ്സിലാവുക. കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. 2020 ഹോം ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹോം ഓഫീസുകാർ നടത്തിയൊരു സ്റ്റഡി ഉണ്ട്. 2020 ഹോം ഓഫീസ് സ്റ്റഡി അബൌട്ട് ദ ഗ്രൂമിങ് ഗാങ്സ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. അതിലാണ് ഇങ്ങനെ പറയുന്നത്, ഒരു എത്തനിസിറ്റിൻ്റെ ഏത് എത്തനിസിറ്റിക്കും ഇങ്ങനെ ഒരു അവരാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വാദം തന്നെ തെറ്റാണ് എന്ന് ആ ഒരു സ്റ്റഡിയിലാണ് പറയുന്നത്. ആ സ്റ്റഡീനെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, വൈറ്റ്സ് ആണ് കൂടുതൽ, ബാക്കിയുള്ള എത്തനിസിറ്റി മൈനോറിറ്റീസ് ഉള്ള അല്ല കൂടുതലെന്ന് നമുക്ക് കിട്ടുന്നത് ആ ഒരു സ്റ്റഡി 2020 നടത്തിയ സ്റ്റഡീനെ കോട്ട് ചെയ്തിട്ടാണ്. ഒരൊറ്റ സ്റ്റഡിയാണത്. ഇത് നമ്മളൊന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോവാം. 2025 ദ KC റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു റിപ്പോർട്ടുണ്ട്. ആ KC റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രം സ്റ്റഡി ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. മറ്റേതൊക്കെ ബ്രോഡാണ്. അതാണ് ഇതിൽ വേറെ ഒരു സംഭവം. ടെക്നിക്കാലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്, ഇങ്ങനൊരു നറേറ്റീവ്. അതായത് ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയേ ഇല്ല. ഈ SCE എന്ന് പറഞ്ഞല്ലോ, ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോഡായിട്ടുള്ളൊരു സാധനമേ ഉള്ളൂ. ഇതിൽ ഗ്രൂപ്പായിട്ട് ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാറ്റഗറിയേ ഇല്ല. കാറ്റഗറിയേ ഇല്ലെങ്കിൽ എങ്ങനെ ഈ സ്റ്റഡി നടത്താൻ പറ്റും? പിടിയിട്ടില്ലേ? അതാണ് 2020 റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. 2025 KC റിപ്പോർട്ടിൽ അത് ഈ ഗ്രൂപ്പായിട്ട് ഇത് ചെയ്യുന്നവരുടെ കുറിച്ച് മാത്രമുള്ള റിപ്പോർട്ടാണ്. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് KC റിപ്പോർട്ടിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കേട്ടോ ഇത് വേറെ ഇൻഡിപെൻഡൻറ്റോ മറ്റേ വാങ്ങാതാങ്ങിയൊന്നും അല്ല, ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്
ആരാണോ പീഡിപ്പിച്ചത് അവരുടെ എത്നിസിറ്റിയോ അവർ ഏത് റിലീജിയനിലാണെന്നുള്ളതോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 70% ഈ ഒരു 2 ഇതിലും മെൻഷൻ ചെയ്യും, കേസുകളിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് 2025 കേസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2020 ഹോം ഓഫീസ് റിപ്പോർട്ടിനെ ആക്ച്വലി കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് പിന്നീട് 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ അവർ തന്നെ കണ്ടുപിടിച്ചത്. പിടികിട്ടുന്നുണ്ടോ? അപ്പം എന്തായി? അപ്പോൾ ഇവരുടെ ആദ്യത്തെ ആ ഒരു വാദം ഫേക്കാണെന്ന് മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോഴാണ് നമുക്ക് ഇത് അങ്ങനെ അല്ലല്ലോ, ഇവർ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് നമുക്ക് തോന്നും. പിന്നെയും കേസ് റിപ്പോർട്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാം. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ UK ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്, ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിൽ ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്യുന്നത് എത്നിസിറ്റിയാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ അതായത് അതിലൊരു ഇതുണ്ട്, ലൈറ്റ് ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്യുന്നതൊക്കെ എത്നിസിറ്റിയാണ് ആൾക്കാരുടെ. ഈ ഓരോ കേസിലുള്ള എത്നിസിറ്റി മെൻഷൻ ചെയ്യുന്നത് ലൈറ്റ് ബ്ലൂ കളറിലാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, നമുക്ക് ഇങ്ങനെ ഇതിൽ ഫുള്ള് വായിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ മൊബൈൽ ഇതെടുക്കുക, ആ ഡോക്യുമെൻ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് നോക്കുക. അപ്പോൾ നമുക്ക് സത്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ അല്ലല്ലോ നമ്മൾ ആദ്യം ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതെന്ന് നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞില്ല. അതാണ് ഈ കഥ. ഗ്രൂമിങ് ഗാങ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഗ്രൂമിങ് ഗാങ്സിനെ കുറിച്ച് ഉള്ളിക്ക് പോയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തോ ഒരു ഒളിപ്പിക്കലുണ്ടല്ലോ. ബിഗ്ഗസ്റ്റ് കവറപ്പ് ഇൻ UK എന്ന് ഇവർ പറയുന്നത് വെറുതെ അല്ല എന്ന് എനിക്കും തോന്നി. ഇത് വായിക്കുന്ന എല്ലാവർക്കും തോന്നും എന്തോ ഒരു ശരിയല്ലല്ലോ എന്ന് തോന്നും. ഇതാണ് ആ കാര്യം. വേറൊരു കാര്യം ഇവർ വ്യക്തമായിട്ട് കേസ് റിപ്പോർട്ടിൽ പറയുന്നതേ, അതായത് ഈ ചില സ്ഥലങ്ങളിൽ എത്നിസിറ്റി നോട്ട് ചെയ്തിട്ടുണ്ട്. ചില ലോക്കൽ സ്ഥലങ്ങളിൽ നാഷണൽ ഡാറ്റയാണ് മിസ്സിങ്. ലോക്കൽ സ്ഥലങ്ങൾ എവിടെയൊക്കെ എത്നിസിറ്റി എടുത്തിട്ടുണ്ടോ, എവിടെയൊക്കെ എത്നിസിറ്റി നോട്ട് ചെയ്തിട്ടുണ്ടോ, മാഞ്ചസ്റ്ററും വെസ്റ്റ് യോർക്ക്ഷയറും സൗത്ത് യോർക്ക്ഷയർ, അങ്ങനെ 2-3 സ്ഥലങ്ങൾ അവർ പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പാകിസ്ഥാനി ബ്രിട്ടീഷുകാരാണ് ഈ മുഴുവൻ ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നാഷണൽ ഡാറ്റ മിസ്സിങ് ആണ്. ഒരു മൊത്തം UK ഡാറ്റ എടുക്കുമ്പോൾ ഈ എത്നിസിറ്റി ഡാറ്റ മിസ്സിങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു എത്നിസിറ്റിനെ കുറിച്ച് മാത്രം പറയാൻ പറ്റില്ല. പക്ഷേ എവിടെയൊക്കെ ഇത് എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ മുഴുവൻ കുറ്റക്കാരി ഇവർ തന്നെയാണ് എന്നതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. പിന്നെ ഇതല്ലെങ്കിൽ പിന്നെ എന്താ കവറപ്പ് എന്ന് ഇവർ പറയണത്? ഇതാണ് കവറപ്പ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ കഥ പറയുമ്പോൾ പറയാം. ഇനിയാണ് നമ്മൾ സ്റ്റോറിയിലേക്ക് പോകുന്നത്. ഇതെങ്ങനെ തുടങ്ങി, ഇതെന്താണ് സംഭവം, ഗ്രൂമിങ് ഗാങ്സ് എവിടെ നിന്ന് തുടങ്ങി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് കുറച്ച് ബാക്കിലോട്ട് പോകണം. നമ്മളിത് പറഞ്ഞു ഇന്നൊന്നല്ല തുടങ്ങിയതല്ല, ഇത് ലേറ്റ് 1990s തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 1990s UK ആണ് നമ്മൾ പറയുന്നത്. അന്ന് ആ സമയത്ത് കുറേ പോവർട്ടി ആയിട്ടുള്ളതും കുറേ പൂറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ബ്രിട്ടീഷുകാരായിട്ടുള്ളവരും കുറേ ആൾക്കാർ അങ്ങനെ സ്ട്രീറ്റ്സിലൊക്കെ ഉള്ള ആ ഒരു സമയമാണ്. റോത്തർഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, അവിടെ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1997. ഓക്കെ, ദ റിസ്കി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂത്ത് പ്രൊജക്റ്റ് ഉണ്ട്. ആ യൂത്ത് പ്രൊജക്റ്റിൻ്റെ ആ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണത്. യൂത്ത് പ്രൊജക്റ്റ് ഒന്ന് ഇങ്ങനത്തെ അബ്യൂസൊക്കെ ഏറ്റ കുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പോലെയാണ് ഇത്, റിസ്കി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം ശരിയല്ല. കുറേ കേസുകൾ ഇങ്ങനെ വരികയാണ്. കുട്ടികളെ രാത്രി ഈ കാർ ടാക്സി ഓടിക്കുന്ന ആൾക്കാരില്ലേ,
ടാക്സി ഡ്രൈവേഴ്സും ഈ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാരും ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ, ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു, അവരിനെ ഇത് ഗ്രൂം ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കേസ് വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആൻഡ്രൂ ടേറ്റിൻ്റെ ലവർ ബൈ മെത്തേഡ് പറഞ്ഞില്ലേ, അതായത് ഇവർക്ക് പോലും പെൺകുട്ടികൾക്ക് അറിയ പോലും ഇല്ല ഇങ്ങനെ ചെയ്യുകയാണെന്ന്. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കേസ് പിന്നെ വരില്ല. ഇത് ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇത് ഏത് മൈരനാണോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്, അതായത് നമ്മളെ ഈ ഒരു കേസ് പിന്നീട് ഈ കേസ് വന്നാലും ആ കേസ് നിൽക്കില്ല. കാരണം ഇവർ ഈ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഇവർ ഇയാളുടെ അടുത്ത് പോയതും ഇവരിനെ ഇനി വേറെ സ്ഥലത്ത് ട്രാഫിക് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ലേ എന്ന് ഈ പെൺകുട്ടികൾ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നീട് ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുമ്പോഴേക്കും ഈ പെൺകുട്ടികൾക്ക് വളർന്ന് വലുതായി ഈ ബോധമൊക്കെ വരുമ്പോഴേക്കും എന്ത് പറ്റും, ഇവന്മാർ ഒന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ കേസ് കോടതി പോകുമ്പോൾ ഇത് വിത്ത് കൺസെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. അപ്പോൾ ഇതിന് ഒരുപാട് ബുദ്ധിയുള്ള ഇപ്പോൾ നാസയിലെ സയൻറ്റിസ്റ്റിനൊന്നും ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, IQ കുറവുള്ള പെൺകുട്ടികളെയും പോവർട്ടി ലൈൻ്റെ അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ഫാമിലീസിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെയും അല്ലെങ്കിൽ ഈ കെയർ ഹോം എന്ന് പറയും. കെയർ ഹോം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഒക്കെ പ്രശ്നമൊക്കെ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഈ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ് എന്നൊക്കെ പറയും, അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം, വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അബ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പാർപ്പിക്കുന്ന സ്ഥലമാണിത്. റീഹാബിലിറ്റേഷൻ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 4-5 ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്ര കുട്ടികളെ നോക്കും? അപ്പോൾ അവിടെ ഒരു കെയർ ഹോം എന്നൊക്കെയാണ് പേരെങ്കിലും വലിയ കെയറൊന്നും കിട്ടില്ല അവിടെ കുട്ടികൾക്ക്. അത് അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അച്ഛനും അമ്മേൻ്റെയും മേൽനോട്ടം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികളിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ലോ IQ ആയിട്ടുള്ള കുട്ടികളെ. അത് എങ്ങനെയാണ് ഇവരിൻ്റെ ആ ഒരു വലയിലേക്ക് ഇവർ വരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോത്തർഹാമിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. സിഗരറ്റ്സ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, മൊബൈൽ ഫോൺസ്, എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്തിട്ട് അവരുടെ ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ നീ എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് ഇവരിനെ കൊണ്ടുപോകും. കുട്ടികൾ അറിയാമല്ലോ, വൾണറബിളായിരിക്കും, വലിയ ബുദ്ധി, അതായത് സ്മാർട്ടായിട്ടുള്ള കുട്ടികളല്ല ഇവർ. അത് നമുക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് പറയേണ്ടി വരും. കാരണം അങ്ങനെയുള്ളവർ ഇതിൽ വീഴുള്ളൂ. കുറച്ച് വീടുണ്ടെങ്കിൽ ആരെങ്കിലും സ്ട്രേഞ്ചർ വന്ന് വിളിച്ചാൽ പോവില്ല. ഇത് ചുമ്മാ ഒരു ദിവസം കൊണ്ട് ഇത് നടക്കില്ല. ഇത് ഇവരിനെ ഇങ്ങനെ കണ്ട് ഇവരിനായിട്ട് ഇടപഴകി ഇവർക്ക് കുറേ ഗിഫ്റ്റും ഇതൊക്കെ കൊടുത്തിട്ട് അവരുടെ വിശ്വാസം ഇവരെടുക്കും. വിശ്വാസം കിട്ടി അവരിനി നമ്മൾ പറഞ്ഞത് എന്ത് വേണമെങ്കിൽ കേൾക്കും എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഇവരിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇങ്ങനത്തുള്ള ഗ്യാങ്ങുകൾക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിലുള്ള ആൾക്കാർക്ക് ഇവരിനെ ട്രാഫിക് ചെയ്ത് കൊടുക്കും. അവിടെ പോയിട്ട് കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഇവരിനെ റേപ്പ് ചെയ്യാണ്. ഒരുപാട് വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഫ്ലാഗ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അബ്യൂസ് എന്നൊക്കെ പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അബ്യൂസ് ചെയ്യുന്നത് പല ആൾക്കാർ ഒരുത്തം കൊണ്ടുപോകും, എന്നിട്ട് ആ നെറ്റ്വർക്കിലുള്ള ആൾക്കാർക്ക് അബ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളല്ല എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. ഇത് 1-2 ആൾക്കാർ ചെയ്യുന്നതല്ല. ഒരാൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തരുണ്ടാവും. അവൻ ചിലപ്പോൾ ഒരുപാട് പ്രായമുള്ള ആളായിരിക്കില്ല, കാണാൻ കൊള്ളാവുന്ന ആളായിരിക്കും. അപ്പോൾ അവരെ കണ്ടിട്ടായിരിക്കും പെൺകുട്ടി ഇതിലേക്ക് വരിക. ഒരു ഡെപ്റ്റ് ഉണ്ടാക്കും.
അതായത് ഞാൻ ഇത്ര നിങ്ങൾക്ക് തന്നില്ലേ, സിഗരറ്റും ഇതൊക്കെ തന്നില്ലേ, ആൽക്കഹോളൊക്കെ നിങ്ങൾക്ക് ഡ്രഗ്സൊക്കെ എത്തിച്ച് തന്നില്ലേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്, എൻ്റെ കൂടെ വാ, ഒരു സ്ഥലത്ത് ഒരാളെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അതായത് അയ്യോ എനിക്കൊരാളുടെ കടം കൊടുക്കാനുണ്ട്, അയാൾ എന്നെ കൊല്ലും, അപ്പോൾ നീ ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും, നീ ഒന്ന് ചെയ്യുമോ, അങ്ങനെ പറഞ്ഞ് പെൺകുട്ടികളെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ദ കൗൺസിൽ എന്ന് പറയും. ഈ കൗൺസിൽ പറഞ്ഞാൽ ലോക്കൽ ഗവൺമെൻറ്റാണ്. മേലുള്ള ഗവൺമെൻറ് മറ്റേ ഈ ബ്രിട്ടൻ ഗവൺമെൻറ്റിൻ്റെ ഈ ചെറിയ ചെറിയ കൗണ്ടീസ് അങ്ങനത്തെ സ്ഥലങ്ങളില്ല, അവിടെയൊക്കെ ഇതൊക്കെ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ റോത്തർഹാമിലുള്ള കൗൺസിലുകാർക്ക് 1990s തന്നെ ഒരു ഇൻറ്റേർണൽ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ കുറേ പെൺകുട്ടികൾ ഇങ്ങനെ മിസ്സിങ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കുറേ കാലത്തേക്ക് കാണാനില്ല, അവന് ഇങ്ങനത്തുള്ള ഈ പാകിസ്ഥാൻ ഒറിജിനിലുള്ള ആൾക്കാർ ഇവരിനെ കൊണ്ടുപോകുന്നു, പാകിസ്ഥാനികൾ ഇവരിനൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വേറെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റേർണൽ റിപ്പോർട്ട് വന്നു. അതിനെ മുക്കി ഏഷ്യൻ മെയിൽസ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഏഷ്യക്കാരുടെ മുഴുവൻ ഈ ഇവന്മാർ അപമാനിക്കും. ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പെടുമല്ലോ. അപ്പോൾ ഏഷ്യൻ മെയിൽസ് എന്നാണ് ഇവർ റെഫർ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി പാകിസ്ഥാൻ ബ്രിട്ടീഷ് നാഷണൽസാണ്. അപ്പോൾ ഈ ഇങ്ങനെ എക്സ്പ്ലോയിറ്റിംഗ് ഗേൾസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റേർണൽ മെമ്മോ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ മുക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഗിൽറ്റ് എന്ന് പറയും. ഈ വൈറ്റ് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വെള്ളക്കാർക്കുള്ള ഒരു ഗിൽട്ടാണ്. അതായത് ഇവരിനെ റേസിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു എപ്പോഴും ഒരു പേടിയുണ്ടാവും. എല്ലാവർക്കും ഇല്ല, കുറേ പേർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേഷ്യൽ ഒരു പ്രൊഫൈൽ നടത്തുമോ, നമ്മൾ ഇവരൊക്കെ റേസിസ്റ്റാണ് നമ്മൾ പറയുമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേടിയിലാണ് ഇത് മുക്കിയതെന്നാണ്. പിന്നീട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട്. അത് ഞാൻ റോത്തർഹാമിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നടത്തിയ സ്റ്റഡിയിൽ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ഈ റിപ്പോർട്ട് മുക്കിയതും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു റിപ്പോർട്ട് മാത്രമേ ഇവർ മുക്കിയിട്ടുള്ളൂ എന്ന്. അല്ല, പറഞ്ഞുതരാം. അപ്പോൾ ഇത് നേരത്തെ ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു എന്നതിൻ്റെ കുറേ എക്സാമ്പിൾസാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ലോക്കൽ ഒരു ലേബർ പാർട്ടിയിലുള്ള ഒരു MP ഉണ്ട്, ഒരു സ്ത്രീയാണ്, ആൻ ദ ക്രയർ എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പോൾ ഈ ആൻ ക്രയർ നൈലി അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസിയേഷൻ, ആ ഒരു സ്ഥലത്തെ MP ആണ്. ഈ വെസ്റ്റ് യോർക്ക്ഷയറൊക്കെ അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അവർ ഈ റോത്തർഹാമിൻ്റെ കേസ് അവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അവർ ഈ ലേറ്റ് 1990s തൊട്ടിട്ടേ ഇങ്ങനെ കുറേ കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ അബ്യൂസ് ചെയ്യപ്പെട്ട വിക്ടിംസിൻ്റെ അമ്മമാർ വന്നിട്ട് ഇങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ്, ഇങ്ങനെ ഒരു പാറ്റേൺ ആൻ ക്രയർ മനസ്സിലാക്കിയിട്ട് 2003 പബ്ലിക്കലി BBC വന്നിട്ട് ആൻ ക്രയർ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റിപ്പോർട്ടിങ് നടത്തി. ഇങ്ങനെ ഈ പാകിസ്ഥാനി മെൻ ടാർഗറ്റിംഗ് വൈറ്റ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അവർ ഈസി മീറ്റാണ് എന്ന് പറഞ്ഞിട്ട്, ഈസി ടാർഗറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കലി ഒരു സംഭവം ഒരു ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു MP ആണ് ഇങ്ങനെ പറയുന്ന ആലോചിക്കണം. അപ്പോൾ മൈനോറിറ്റിക്കെതിരെ ഒരു MP വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. കാരണം അവരുടെ തെളിവുണ്ട്, കുറേ അമ്മമാരും കുറേ വിക്ടിംസും അവരുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. പോലീസിനും ഇത് അറിയായിരുന്നു, എന്നിട്ട് പോലീസ് ഒന്നും ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. ലോക്കൽ പോലീസ് കേട്ടോ. ഇതൊക്കെ ഈ ലോക്കൽ ഇഷ്യൂ ആണ്. അന്നൊക്കെ അതാണ്, അവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയില്ല ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ തള്ളിക്കളയാണ് പോലീസ് ആദ്യം ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം ഇത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിരുന്നു ആ ഒരു സമയത്ത്. നാഷണൽ ഇഷ്യൂ ഒന്നും ആയില്ല, ആ ലോക്കലിൽ കുറച്ച് ഇഷ്യൂ ആയി. ഇത് BBC വന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, എല്ലാവരും ആൻ ക്രയറിന് നിങ്ങളൊരു റേസിസ്റ്റ് ആണെന്ന് പറഞ്ഞു, അവരിനെ സൈലൻസ് ചെയ്തു. ഇനി ഇത് മേലെ പറയേണ്ട പറഞ്ഞിട്ട് സൈലൻസ് ചെയ്തു. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2013 ഇവർ ഇത് പുറത്ത് വിട്ടത്. 2013 ഓഫീസ് ഓഫ് ചിൽഡ്രൻസ് കമ്മീഷണർ റിപ്പോർട്ടിൽ ഇത് കൺഫേം ചെയ്തു. അന്ന് ആൻ ക്രയർ പറഞ്ഞത് സത്യമാണെന്ന് അന്ന് കൺഫേം ചെയ്തു. എന്താണ് സത്യമാണെന്ന് പറഞ്ഞ് പോലീസിന്
ഈ പാകിസ്ഥാൻ മെന്ന് ഈ വൈറ്റ് ഗേൾസിനെ, ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയിട്ടുള്ള വൈറ്റ് ഗേൾസിനെ ടാർഗറ്റ് ചെയ്ത് ചെറിയ അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളെ പോയി ഈ അബ്യൂസ് ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും ഒരു നെറ്റ്വർക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ പോലീസിന് അറിയായിരുന്നു എന്ന് പിന്നീട് 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞപ്പോൾ ഇതൊരു റേസിസ്റ്റ് ഇഷ്യൂ ആക്കി ഇവർ മാറ്റി അവരെ സൈലൻസ് ചെയ്തു. അപ്പോൾ വീണ്ടും കുറേ ഒറ്റപ്പെട്ട സംഭവത്തിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഡെർബിയിൽ നടന്ന ഒരു സംഭവമുണ്ട് 1999 ഒരു ടാക്സി ഡ്രൈവർ ഇതേപോലെ ഒരു ഇൻഡീസെൻറ്റ് അസോൾട്ട് നടത്തിയ ഒരു മൈനർക്കെതിരെ എന്ന് പറഞ്ഞു. അത് ലോക്കൽ ന്യൂസായിരുന്നു, നാഷണൽ ന്യൂസ് ഒന്നും ആയില്ല. പിന്നീട് ലേറ്റ് 2008 2009 ഓപ്പറേഷൻ റിട്രീവർ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൽ 100 കണക്കിന് ഗേൾസിനെ, മൈനേഴ്സായിട്ടുള്ള പെൺകുട്ടികളെ ഇവർ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പുറത്തു വന്നു. ഒരു അണ്ടർ കവർ സ്റ്റിങ് ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്നിട്ട് 2010 13 പാകിസ്ഥാൻ മെന്നിനെ അവർ പിടിച്ചു, കൾപ്രിറ്റ്സ് ആണെന്ന് പിടിച്ചു. 26 ഐഡൻറ്റിഫൈഡ് വിക്ടിംസ്. കാരണം ഇപ്പം 100 കണക്കിനും പെൺകുട്ടികളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എല്ലാവരും ഇവർക്കെതിരെ കേസ് കൊടുക്കും. പലവരും പല രീതിയിലായിരിക്കും. ചിലർ നല്ല പൊസിഷനിലായിരിക്കും. അവരൊന്നും വന്നിട്ട് ഈ കേസിൻ്റെ പിന്നാലെ ഒന്നും നിൽക്കില്ല. അവർക്കൊന്നും അത് ഓർക്കാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. കാരണം അവരുടെ 10-12 വയസ്സുള്ള സമയത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ 75 ഒഫൻസസിൽ റിംഗ് ലീഡർ ആബിദ് സിദ്ദിഖി എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ 11 വർഷത്തേക്കും, മുഹമ്മദ് ലിയാഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാകിസ്ഥാൻകാരനെ 8 വർഷത്തേക്കും 2010 ഫെബ്രുവരി 2010 ശിക്ഷ മേടിച്ചു കൊടുത്തു. പക്ഷേ ഡെർബിയിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ആരും നോക്കിയില്ല. ഇപ്പം 2 പേരുടെ കാര്യം പറഞ്ഞില്ല, ഇവർ ചെയ്തത് ഈ ഒരു സമയത്തല്ല, അത് ലേറ്റ് 1990s അവർ ചെയ്തത്. അന്ന് നടന്ന കേസ് 2010 അവർക്ക് കേസ് നടത്തി ശിക്ഷ മേടിച്ച് കൊടുക്കുന്നത്. എന്നിട്ടും ഇതെല്ലാം ഒരു ലോക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അതേപോലെ ഇനിയും ഇഷ്യൂ ഉണ്ട്. ബ്രാഡ്ഫോർഡിൽ 1990s റിപ്പോർട്ട് 2004 അവർ ആ റിപ്പോർട്ടേ മുക്കി. ബ്രാഡ്ഫോർഡിൽ നടന്ന ഈ ഗ്രൂമിങ് ഗാങ്സ് ഇൻ ബ്രാഡ്ഫോർഡ് എന്ന് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ പീറ്റേഴ്സ്ബറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 2010 ഇതുപോലെ 2010 ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് 1990 അബ്യൂസസാണ് അവർ 2010 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ലോക്കൽ ഇഷ്യൂ ആണ്. ആരും ഇതൊരു ഭയങ്കര സംഭവമാണ്, ഇതൊരു നാഷണൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഡോട്ട്സ് കണക്ട് ചെയ്തില്ല. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഓരോ കേസായിട്ട് നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇവരാരും ഒന്നും ചെയ്തില്ല, പേടിച്ചിട്ട്. ഓക്കെ, റേസിസ്റ്റ് എന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട്. അതാണ് നമ്മളിപ്പോൾ 2-3 എക്സാമ്പിൾ, ഡെർബി, പീറ്റേഴ്സ്ബറോ, ബ്രാഡ്ഫോർഡ്, ഈ ഒരു കേസുകളിലാണ് പറഞ്ഞത്. 10-12 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് കേസ് തന്നെ അവർ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ റോത്തർഹാമിൻ്റെ മെയിൻ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെയിൻ ആളിനെ പരിചയപ്പെടാനുണ്ട്. ജെയിൻ സീനിയർ എന്നാണ് ഈ സ്ത്രീയുടെ പേര്. നമ്മൾ നേരത്തെ റിസ്കി ബിസിനസ് എന്ന് പറഞ്ഞില്ലേ, ഈ റിസ്കി ബിസിനസ്സാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. യൂത്ത് പ്രൊജക്റ്റാണ് അവർ. അപ്പോൾ അതിൻ്റെ ഹെഡാണ് ജെയിൻ സീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ. യൂത്ത് വർക്കറാണ്, മാനേജറാണ്, റിസ്കി ബിസിനസ്സിൻ്റെ മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ ഏർലി 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് 100 കണക്കിന് പെൺകുട്ടികളെ അബ്യൂസ് ചെയ്തുവെന്നും ഗ്രൂം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും, പെൺകുട്ടികളിലൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് ഇവർ. അങ്ങനെ ഷീ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ ടു ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ പാറ്റേൺ. ഇതൊരു പാറ്റേൺ ആണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റോത്തർഹാമിൽ ഇത് ഒരുപാട് വരുന്നുണ്ട്. ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. ഇത് എന്തോ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു വർക്ക് ചെയ്യുകയാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് ജെയിൻ സീനിയർ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അതായത് എല്ലാ കേസെടുത്താലും ഒരു 20-40 വയസ്സ് വരെയുള്ള പാകിസ്ഥാനി ഒറിജിനായിട്ടുള്ള ആണുങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതായത് ഇവർ ഭയങ്കര വയലൻറ്റും കൂടിയാണ്. ഇവരിൻ്റെ ഈ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു പോവുക, ഇവരിൻ്റെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് പെൺകുട്ടികൾ പുറത്തു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വയലൻസിലൂടെയാണ് അവരതിനെ നേരിട്ടുകൊണ്ടിരുന്നത്. ഫാമിലീസ് ഉണ്ടെങ്കിൽ ഫാമിലീസിനെ ഭീഷണിപ്പെടുത്തുക,
നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്ന പറഞ്ഞിട്ട് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഗ്യാങ്ങിൽ പെൺകുട്ടികളെ പിടിച്ച് നിർത്താൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഇവർ അബ്യൂസ് ചെയ്യുമ്പോഴും വയലൻസ് യൂസ് ചെയ്യുമ്പോൾ ഇവർ നേരെ ഈ റിസ്കി ബിസിനസ് പോലത്തുള്ള അങ്ങനത്തുള്ള സംഘടനകളുടെ അടുത്ത് ഈ പെൺകുട്ടികൾ ചെല്ലുകയാണ്. അങ്ങനെ വരുന്ന പെൺകുട്ടികളെ നോക്കുമ്പോഴാണ് ഇതെന്തോ ഒരു പാറ്റേൺ ഉണ്ടല്ലോ എന്ന് ജെയിൻ സീനിയറിന് മനസ്സിലായത്. പോലീസിൻ്റെ അടുത്ത് പോയി. പോലീസിൻ്റെ അടുത്ത് ഓഫ് കോഴ്സ് പോവുമല്ലോ നമ്മളിങ്ങനെ. അപ്പോൾ എന്താ ഒരു പോലീസിൻ്റെ അടുത്ത് പോകാത്തത് നമ്മൾ ആലോചിക്കും ഇത് വായിക്കുമ്പോൾ. പോലീസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പോലീസ് പറഞ്ഞത്, പോലീസിൻ്റെ കോട്ടാണ്, ഇത് ജെയിൻ സീനിയറെ എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഗേൾസ് വർ മേക്കിംഗ് ചോയ്സസ് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അതായത് പോലീസ് ആർ കൺസിഡറിങ് ദിസ് കിഡ്സ് ആസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. നമുക്കറിയാം ഈ ബ്രിട്ടനിലും യു കെയിലൊക്കെ പോലത്തുള്ള സ്ഥലങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ കൈൻഡ് ഓഫ് ലീഗൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ കേസുകളിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കേസുകളൊന്നും അവരെടുക്കില്ല. കാരണം അതൊക്കെ ലീഗലാണ്, അല്ലാതെ ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവമല്ല. ഇവരൊന്നും വുമൺ അല്ല, അല്ലെങ്കിൽ ഒരു ഗേള് പോലും അല്ല, ഇവർക്ക് കിഡ്സ് ആണെന്നുള്ള കാര്യം അവർ മറന്നു. അവർക്ക് ആ തലവേദന വേണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ കേസായിട്ട് ഇവരെടുത്തിട്ട് അതൊക്കെ പിള്ളേർ അവർ വേണം വെച്ച് പോവാണ്, അതൊന്നും എടുക്കാൻ നമുക്ക് വയ്യ, പിന്നെ ഇത്ര 100 കണക്കിനോ കേസൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾ വെറുതെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ പോലീസുകാരെ കൊണ്ട് സഹായമില്ല. അപ്പോൾ ഇനി ജേർണലിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ഒരുപാട് ജേർണലിസ്റ്റിൻ്റെ അടുത്ത് ജെയിൻ സീനിയർ പോയിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ വെറുതെ തള്ളിമറിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് എടുത്തില്ല. അങ്ങനെ ആദ്യത്തെ ജേർണലിസ്റ്റ് ഇതിനെക്കുറിച്ച് ഇതെന്താ ഒരു സംഭവം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞത് ആൻഡ്രൂ നോർഫോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയാണ്. ആൻഡ്രൂ നോർഫോക്ക്, ദ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ ഹൗസിൻ്റെ ആളാണ് ആൻഡ്രൂ നോർഫോക്ക്. അപ്പോൾ ആൻഡ്രൂ നോർഫോക്കിനെ ജെയിൻ സീനിയർ അപ്രോച്ച് ചെയ്യുന്നത് 2009-2010 കാലഘട്ടത്തിലാണ്. ആദ്യം പുള്ളിക്ക് ഇത്തിരി ഒരു പേടിയുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആവും, ഒരു നാഷണൽ ഇഷ്യൂ ആവും, പിന്നെ ഇതൊരു ഭയങ്കര ഒരു കലാപത്തിലേക്ക് കടക്കുമോ, ഇങ്ങനെ ഒരു മൈനോറിറ്റി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഈ നാട്ടിൽ ചെയ്യണമെന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ മൈനോറിറ്റീസിനെതിരെ അക്രമം വരുമോ, അല്ലെങ്കിൽ മൈനോറിറ്റീസിനെ എല്ലാവരും ഇനി ഒരു വേറൊരു കണ്ണിലൂടെ കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് പേടി ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തി സ്റ്റക്കായി നിന്നപ്പോൾ ആൻഡ്രൂ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോടതി കേസസ് ഉണ്ടല്ലോ, അതായത് ഏതെങ്കിലും ഇങ്ങനത്തെ കേസുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടോ, കോർട്ട് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ നോക്കി. അതായത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആരെയും പറഞ്ഞിട്ട് അത് ചെയ്തു എന്ന് വെറുതെ ആൾക്കാരുടെ മൊഴി എടുക്കാതെ കോടതി ഡോക്യുമെൻറ്റ്സ് നോക്കിയപ്പോൾ അവിടെന്ന് കിട്ടി പുള്ളിക്ക് 17 കേസുകൾ കിട്ടി. 1997 തൊട്ടിട്ടുള്ള, ആലോചിക്കണം, 1997 തൊട്ടിട്ട് 2011 വരെ 17 കോടതിയിലുള്ള കേസുകൾ കിട്ടി. ആ കേസുകൾ എല്ലാം നോക്കുമ്പോൾ ഒരു പാറ്റേൺ പുള്ളിക്കും കണ്ടുപിടിക്കാൻ പറ്റി. എന്താണ് പാറ്റേൺ? അതിലുള്ള എല്ലാ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്നവർ ഏഷ്യൻസ് ആണെന്നാണ് പറയുന്നത്. ഏഷ്യൻസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി പാകിസ്ഥാനി മുസ്ലിംസ് ആണ് എന്ന് പുള്ളി കണ്ടുപിടിച്ചു. അങ്ങനെ ദ കോൺസ്പിറസി ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പുള്ളി എഴുതുകയാണ് ജനുവരി 2011. ദ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീഡിയയിൽ പുള്ളിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ആദ്യം ഈ നമ്മുടെ ജെയിൻ സീനിയർ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്ന് പറഞ്ഞിട്ട് ആദ്യം സംശയം ഉണ്ടാക്കുക. ആർക്കും ഒരു സംശയം ഉണ്ടോ, ഇത്രയും അധികം പെൺകുട്ടികളെല്ലാം ഇത്രയും ഒരു ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും ഒരു നെറ്റ്വർക്ക് പോലത്തെ വലിയൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും കുറച്ച് സംശയം വരും. ആ സംശയം വന്നു. അത് പുള്ളിക്ക് കോടതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഇതുള്ളതാണെന്ന്. അങ്ങനെയാണ് പുള്ളി കോൺസ്പിറസി ഓഫ് സൈലൻസ് പറഞ്ഞിട്ട് എഴുതുന്നത്. അത് എഴുതി അതുപോലെ ഒരുപാട് ഭയങ്കര ഒരു സെൻസേഷണൽ ഒരു ആർട്ടിക്കിളായിരുന്നു. ആ ആർട്ടിക്കിളിൽ നിന്നാണ് റിപ്പോർട്ട് എന്ന് പറയും. അലക്സിസ് ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസർ നടത്തിയ ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടാണ് അത്. ഈ നമ്മളെന്താ പറയുക, മെട്രോപൊളിറ്റൻ
ദ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ആ കൗൺസിലിന് വേണ്ടി ജെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഫുൾ റിപ്പോർട്ട് അതിൻ്റെ PDF എല്ലാം കിട്ടും. അലക്സിസ് ജെ എന്നാണ് ഇയാളുടെ പേര്. ആ ജെ റിപ്പോർട്ട് 2014 ജെ റിപ്പോർട്ട് വരുന്നത്. ആ ജെ റിപ്പോർട്ടിന് വരാനുള്ള ഒരു കാരണം വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് ആൻഡ്രൂവിൻ്റെ ഈ ഒരു റിപ്പോർട്ടിംഗ് ആണ്. ദ ടൈംസിൽ 2011 വന്ന, പിന്നെ 4 കൊല്ലം എടുത്തു ഈ ജെ റിപ്പോർട്ട് വരാൻ. അപ്പോൾ സ്റ്റഡിയൊക്കെ നടത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ജെ റിപ്പോർട്ടിലാണ് എക്സ്പ്ലോസീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ജെ റിപ്പോർട്ടൊക്കെ നമ്മൾ ആദ്യം ആ ഒരു സമയത്ത് ഈ ആൾക്കാർ കണ്ടതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എല്ലാവരും മനസ്സിലാക്കി. അന്ന് കുറച്ച് പേർക്ക് ഇത് അറിയണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ചില അസോൾട്ട് നടക്കുന്നുണ്ട്, ചില അബ്യൂസ് നടക്കുന്നുണ്ട്. എല്ലാത്തിലും ഈ ഏഷ്യൻസ് എന്ന് വിളിക്കുന്ന ഈ പാകിസ്ഥാനി ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. കുറച്ച് അവിടെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഒരു കണക്റ്റഡാണ്, ഇതൊക്കെ ഒരു നെറ്റ്വർക്കാണെന്ന് ആർക്കും അറിയാം. ഇതൊരു ഗ്യാങ് ആണെന്ന് കൂടെ അറിയില്ല. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ഇതൊരു ഗ്യാങ് ആണെന്നേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ജെ റിപ്പോർട്ട് വരുന്നത് വരെ. ജെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻഡിപെൻഡൻറ്റ് എൻക്വയറി ഇൻ ടു ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ, CSE എന്ന് പറഞ്ഞില്ല അത്, ഇൻ റോത്തർഹാം ഫ്രം 1997 ടു 2013. ഇതാണ് ആ ഒരു കാലയളവ്. അതിലെ നാഷൻ വൈഡ് റിപ്പോർട്ടോ, ഇപ്പോൾ നമ്മൾ KC റിപ്പോർട്ടൊക്കെ പറഞ്ഞില്ല, അതൊക്കെ നാഷണൽ വൈഡ് റിപ്പോർട്ടിങ്. അതൊന്നുമല്ല, ഇത് റോത്തർഹാം എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തുള്ള മാത്രം റിപ്പോർട്ടാണ്. പുള്ളി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ എങ്ങനെയാണിത് ഒരു ഐഡിയ ഇല്ല. അതിൽ പറയുന്നത് 1400 കുട്ടികൾ ഈ ഒരു കാലയളവിൽ, ഇതിലിപ്പോൾ ഒരു 16 കൊല്ലം കൊണ്ട് 1400 മൈനറായിട്ടുള്ള പെൺകുട്ടികൾ തന്നെ അബ്യൂസിന് വിധേയമായി. ഗ്രൂമിങ് ഗാങ്സ് ആണ് ഇതിൻ്റെ പിന്നിൽ. ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയുന്നത് മെജോറിറ്റിലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാകിസ്ഥാനി ബ്രിട്ടീഷ് സിറ്റിസൻസ് എന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ബാക്കി പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 to 15 വയസ്സ് വരെയുള്ള ഏറ്റവും കുറവ് പ്രായം 9 പറയുന്നത്. ബോയ്സും ഗേൾസും ഉണ്ട് ഈ വിക്ടിംസിൻ്റെ കൂട്ടത്തിൽ. കാലയളവ് പറഞ്ഞല്ലോ 1997 തൊട്ട് 2013 വരെയുള്ള ആ ഒരു കാലയളവിലാണ് ഇത്രയും ആൾക്കാർ, 1400 പേരാണ് ഇതിൽ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇതൊരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആണെന്നും പറയുന്നുണ്ട്. ശരിക്കുള്ള ഫിഗർ ഇതിന് കൂടുതലാണ്. അതായത് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിപ്പോൾ നോക്ക് 16 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു 10-11 വയസ്സുള്ള ആളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് എത്രയായി? 36 വയസ്സായി അല്ലേ? 10 വയസ്സുള്ള ആളാണെങ്കിൽ ഇപ്പോൾ 30 വയസ്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ നല്ല കല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇത് വന്നിട്ട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ചെയ്തു എന്ന് വരില്ല. കുറേ പേര് ഞങ്ങളിതിലില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകും. പക്ഷെ അതാണ് പറയുന്നത്, കൺസർവേറ്റീവ് ഫിഗറാണിത്. ഏറ്റവും കുറവ് അവർക്ക് മാക്സിമം എത്താൻ പറ്റുന്ന അത്രയും കളക്ട് ചെയ്തിട്ടാണ് 1400 എന്നുള്ള ഫിഗർ എത്തിയത്. അതിലും കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. വിക്ടിംസ് എല്ലാം ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേ സംഭവമാണ്. ഈ ജെയിൻ സീനിയർ കണ്ടുപിടിച്ചു, ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ. ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്, കെയോട്ടിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നത്, അതേപോലെ കെയർ ഹോംസ് എന്ന് പറഞ്ഞില്ലേ. കെയർ ഹോംസ് എന്നാണ് 31% കുട്ടികൾ വന്നിരിക്കുന്നത്. ഈ കെയർ ഹോംസിൽ ഉള്ള കുട്ടികൾ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെ നോട്ടം ഉണ്ടാവില്ല ആ കുട്ടികൾക്ക്. ഓക്കെ, പാരൻസിൻ്റെ അബ്യൂസ് പേടിച്ചിട്ടും പാരൻസിൻ്റെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടികളെ കെയർ ഹോമിലാക്കുന്നത് ഗവൺമെൻറ്. അവിടെ നിന്നാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കുറേ ട്രാഫിക് ചെയ്തിട്ടുണ്ട്. വേറുള്ള സിറ്റികളിലും വേറുള്ള ടൗണുകളിലും വരെ ഇവിടുന്ന് ഇങ്ങനത്തെ വശീകരിച്ചിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി ട്രാഫിക് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്ന്
ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കും ഈ ഡോക്യുമെൻ്റ് വായിക്കാവുന്നതാണ്. മെയിൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ സംഭവങ്ങൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കിട്ടും. പക്ഷേ ഇത് ഭയങ്കര ഡാർക്കാണ്. ഇത് എനിക്ക് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പേജ് 44 പറയുന്നുണ്ട്, ഒരു വിക്ടിം കൺഫസ് ചെയ്യണം, അവർ 100 തവണ അവരിനെ അബ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. 11 വയസ്സുള്ള സമയത്ത് 100 തവണ. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കി, ഒരുപാട് തവണ നടന്നില്ല എന്നും പറയുന്നുണ്ട് അവർ. അപ്പം അങ്ങനത്തെ ഒരു ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അറ്റ് എ ടൈം 20 ആൾക്കാർ വന്നു അബ്യൂസ് ചെയ്തു അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇത് മൊത്തം ഇത്തിരി സീനാണ് മൊത്തത്തിൽ. കവറപ്പ് ഇതിൻ്റെ എന്താണ് ഇത് ഇവരെന്താ അപ്പോൾ ഇത് ഇത്രയും നടന്നിട്ട് ആരും ഒന്നും ചെയ്തില്ലേ? ഈ പോലീസും ഇവരൊക്കെ ഭയങ്കര ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നാണല്ലോ പറയുന്നത്. ഇവർ നമ്മളെ കളിയാക്കും, എന്താണ് റേപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്, റേപ്പ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇന്ത്യക്കാരനൊക്കെ ഓരോന്നൊക്കെ പറയും. സംഭവം ഉള്ളതാണ്, നമ്മളെവിടെ ഉണ്ട്, ഈ യു പിയിലും മറ്റവിടെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസസ് നമ്മുടെ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇവർ ഭയങ്കര ഡെവലപ്ഡ് കൺട്രിയാണ്, അങ്ങനെയാണ് ചേനയാണെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ എന്തുകൊണ്ട് ഇത്രയും ഒന്നും ചെയ്തില്ല, ഇത്രയും പ്രശ്നം കണ്ടിട്ട് എന്തുകൊണ്ട് ഒന്നും ഇടപെട്ടില്ല എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ദ കൗൺസിൽ എന്ന് പറഞ്ഞില്ല, ഒരു ലോക്കൽ ബോഡി, ഗവൺമെൻറ് ബോഡിയാണ് കൗൺസിൽ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കൗൺസിലേഴ്സും സീനിയർ ഓഫീസേഴ്സും കൂടിയിട്ടാണ് ഈ CSC കേസുകളിലൊക്കെ ഇടപെടുക. അവർ മെയിൻലി അസ്യൂം ചെയ്തു ഈ CSC കേസസ്, ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈറ്റ് ഇഷ്യൂ ആണ്. അതിൽ ഈ പുറമേ നിന്ന് വന്ന മൈഗ്രൻസും ഇതായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ഈ വൈറ്റ്സിൻ്റെ ഇടയിലുള്ള ഈ പോവർട്ടി ലൈനിന് താഴെയുള്ള വൈറ്റ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ് എന്ന് അവർ അങ്ങോട്ട് അസ്യൂം ചെയ്തു. എത്തനിസിറ്റി ഒറിജിൻസിനെ കുറിച്ചും എത്തനിസിറ്റി ഇതിൻ്റെ ബന്ധത്തിനെ കുറിച്ചും ആരും ഒന്നും നോക്കിയിട്ടേ ഇല്ല. ഫിയർ ഓഫ് ബീയിങ് കോൾഡ് റേസിസ്റ്റ് എന്ന് ഈ റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് എഴുതി വെച്ചത്. ഞാൻ അതിൻ്റെ ഒരു ഇതിവിടെ കൊടുക്കുക. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആൾക്കാർ ഞങ്ങളെ റേസിസ്റ്റ് എന്ന് വിളിക്കാണ്ടിരിക്കാനാണ് ഞങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കേസുകൾ ഒഴിവാക്കിയത് എന്നും പറയുന്നുണ്ട്. പിന്നെ മെയിൻ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ കുട്ടികളാണ്, ഇവർക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഈ റിസ്കി ബിസിനസ് പോലത്തെ ഇങ്ങനത്തെ യൂത്ത് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാരിറ്റി പോലത്തെ അങ്ങനത്തെ ഈ ആക്ടിവിസ്റ്റ് പോലത്തെ അങ്ങനത്തെ ആൾക്കാർ പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മളിതൊക്കെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇപ്പോഴും ഉണ്ടാവും, പിടിയിട്ടില്ലേ. അപ്പോൾ കാരണം ഇവർക്ക് ഇപ്പോൾ 31% ആൾക്കാർക്ക് കുട്ടികൾ കെയർ ഹോമിലാണ്. അപ്പോൾ കെയർ ഹോമിൽ അവരുടെ കെയർ ഹോം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കെയർ ഹോമിൽ കുറേ ഗവൺമെൻറ് കുറേ കുട്ടികളെ കൊണ്ട് കെയർ ഹോമിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു കെയറിങ് അവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാനൊന്നും ആരുമില്ല. അപ്പോൾ അവർ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവും, അങ്ങനെ പോവും, ഇങ്ങനെ പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ഒരു അബ്യൂസ് ചെയ്തു പറഞ്ഞാൽ അതൊക്കെ മറ്റേ ടൈപ്പ് ആൾക്കാരല്ലേ എന്ന് ഇവിടുത്തെ പോലീസുകാരെന്നെ വിചാരിച്ചു. അതാണ് പറ്റിയത്. ജനറലൈസ് ചെയ്തു അവരിനെല്ലാവരും. അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമുണ്ട്. അതായത് മാനേജേഴ്സ് പ്രത്യേകം ഈ കൗൺസിൽ വർക്കേഴ്സിനെ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട, സ്പെസിഫിക്കലി ടോൾഡ് നോട്ട് ടു ഡു സോ എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ നിങ്ങൾ ഈ വേണ്ടാത്ത ഇവരുടെ എത്തിനിസിറ്റിയും ഇതൊന്നും നോക്കാൻ പോകണ്ട, അതൊക്കെ എന്തെങ്കിലുമൊക്കെ കേസായിരിക്കും, അതൊക്കെ ഒഴിവാക്കി വിടുമെന്ന് കൗൺസിൽ പറയുന്നുണ്ട്. ഇതേ കൗൺസിലർ സെക്യൂരിറ്റി മിനിസ്റ്ററോ അങ്ങനെ എന്തോ ഒരു മിനിസ്റ്ററിൻ്റെ അടുത്തും ഈ കംപ്ലൈൻറ്റ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ കൗൺസിൽ കേസ്, ഇതൊക്കെ ലോക്കൽ കേസാണ്, ഇതിനൊന്നും നാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണ്ട, നിങ്ങൾ തന്നെ ഇത് എന്തൊക്കെയാണ് വെച്ച് ചെയ്ത് തീർപ്പാക്കിക്കോന്ന് ഈ ബ്രിട്ടനിലെ സെക്യൂരിറ്റി മിനിസ്റ്ററോ അങ്ങനെ എന്തോ ഒരു മിനിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടിലുണ്ട്, അത് ഞാൻ അവിടെ കൊടുക്കാം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. 80% പാകിസ്ഥാനി ഏഷ്യൻസാണ്, പാകിസ്ഥാനി ഒറിജിൻസ് ഉള്ള ആൾക്കാരാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹാർമണി ഓവർ ചൈൽഡ് സേഫ്റ്റി,
അതായത് ഈ കൗൺസിലേഴ്സിൻ്റെയും അവിടുത്തെ ഗവൺമെൻറ് ലോക്കൽ ബോഡീൻ്റെയും ഒരു എയിം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹാർമണി നന്നായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു മൈനോറിറ്റി ആണ് എല്ലാവരും അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ അവരിനെ അറ്റാക്ക് ചെയ്യാൻ പോവും. പിന്നെ അത് ഭയങ്കര പ്രശ്നമായിരിക്കും, അത് റൈറ്റ്സ് ആവും, ഭയങ്കര എസ്കലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതാണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ വെച്ചത്, ചൈൽഡ് സേഫ്റ്റിനെക്കാളും. അവിടെയാണ് ഈ സംഭവം മൊത്തം വരുന്നത്. അങ്ങനെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? വെറുതെ ചുമ്മാ റിപ്പോർട്ടല്ല ഇത്. റോത്തർഹാമിലെ ലേബർ പാർട്ടിൻ്റെ ലീഡറുണ്ട്, അവർ രാജിവെച്ചു. 43 പോലീസുകാർക്കെതിരെ ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഈ കൗൺസിലുണ്ടല്ലോ, അണ്ടർ സ്പെഷ്യൽ മെഷേഴ്സ് കൗൺസിലുണ്ടല്ലോ റോത്തർഹാമിലെ, അവർക്കെതിരെ കുറേ ഇങ്ങനെ വർക്ക് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ മെഷേഴ്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തു. ഇത്രയും ഇഷ്യൂസ് ഈ റിപ്പോർട്ട് കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് മാത്രമാണോ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇതുപോലെ ചാനൽ 4 എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിലെ UK ഒരു ചാനലാണ്, അവിടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അന്ന ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, ഒരു ഡയറക്ടർ, എഡ്ജ് ഓഫ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി മെയ് 2004 ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ. അതായത് അന്ന് ഇത് ഈ റിപ്പോർട്ടൊക്കെ എപ്പോഴാണ് വന്നത്? ഈ ലേറ്റസ്റ്റ് ആയിട്ട് 2014 വന്നത്, 13 വന്നത് റിപ്പോർട്ട്. ഇത് 2004 കാര്യമാണ്. അന്ന് തന്നെ ചാനൽ 4 ഒരു എഡ്ജ് ഓഫ് ദി സിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂമിങ് ഗാങ്സിനെ കുറിച്ചൊന്നും അന്ന് അറിയില്ല. അന്ന് ഈ ഇങ്ങനെ കുറച്ച് അബ്യൂസ് നടക്കുന്നുണ്ട്, ഈ കുറേ ഇങ്ങനത്തെ ആൾക്കാർ വെസ്റ്റ് യോർക്ക്ഷയറിൽ ഒന്നുമുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഒരു പാറ്റേൺ പോലെ ഒരു അബ്യൂസ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതായിരുന്നു. അതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 2004 ഇത് റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. ഈ ഒരു ഡോക്യുമെൻ്ററി ചാനൽ 4 ചാനലിൽ അവരെന്ത് ചെയ്തു? ഈ വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് അത് ക്യാൻസൽ ചെയ്ത് ബ്രോഡ്കാസ്റ്റ്. റേഷ്യൽ ടെൻഷൻ ഇൻ ബ്രാഡ്ഫോർഡിൽ റേഷ്യൽ ടെൻഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു റീസണാണ് അവർ കൊടുത്തത്. BNP പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് റൈറ്റ് വിങ് ആയിട്ടുള്ള പാർട്ടിയുണ്ട്. അവരിതിനെ എലക്ഷന് വേണ്ടി യൂസ് ചെയ്യും. ഇങ്ങനൊരു ഇഷ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ മൈനോറിറ്റിക്കെതിരെ ഇങ്ങനൊരു ഇഷ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ ഇലക്ഷനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ BNP പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വെബ്സൈറ്റിൽ ഈ ഒരു ഡോക്യുമെൻ്ററിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ് ചെയ്തു. BNP പാർട്ടി അവർ ആൻറ്റി മൈഗ്രേഷൻ ആയിട്ടുള്ള പാർട്ടി ആയിരിക്കും. കുറേ പാർട്ടീസ് ഉണ്ട് ചെറിയ അതിൽ. BNP പാർട്ടീനെ പേടിച്ചിട്ടാണ് ഇവരിത് എയർ ചെയ്യാതെ ഇരുന്നത്. എന്നിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തോ ആണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ഓഗസ്റ്റ് 26, 2004 ആ ഡോക്യുമെൻ്ററി വരുന്നത്, എഡ്ജ് ഓഫ് സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇലക്ഷൻ ഇൻ്റർഫറൻസ് ഒഴിവാക്കാനാണ് അവർ അന്ന് അങ്ങനെ ചെയ്തത്. കണ്ട, അതായത് അവർക്ക് എപ്പോഴും ആ ഒരു സംഭവമാണ്, അതായത് എല്ലാവരും നന്നായിട്ട് പോകണം, അല്ലാണ്ട് ഈ കുട്ടികൾ അവിടെ എന്ത് ചെയ്യുക. കാരണം അതായത് ഈ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇവർ ഇതിൽ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ മുഴുവൻ ഒരു പോവർട്ടി ലൈനിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് താഴെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ റൈറ്റ്സും അവരുടെ ഇപ്പോൾ വലിയ പൈസക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിൻ്റെയോ അല്ലെങ്കിൽ ഏത് പൊളിറ്റീഷ്യൻ്റെയോ നമ്മുടെ അവിടെയൊക്കെ പോലെ തന്നെ അവിടെയും ആരുടെയെങ്കിലും മക്കളെന്തെങ്കിലും ഇൻവോൾവ് ആവട്ടെ, അപ്പോൾ കളി മാറും. ഇതിപ്പോൾ സാധാരണക്കാരും ആരും ഇല്ലാത്തവരൊക്കെ ആയതുകൊണ്ട് അത് എന്തോ ആയിക്കോട്ടെ, മറ്റവരുടെ പണക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് മുഴുവൻ മൂടി വെച്ചു. ഇതാണ് സംഭവിച്ചത്. ഇനി നമുക്ക് കേസസിലേക്ക് പോവാം. അതായത് കുറേ കേസസ് ഉണ്ട്. നമ്മൾ ഈ എല്ലാ കേസും എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പറയും അതെന്താ ഇപ്പോൾ ഒരു മൈനോറിറ്റി ആൾക്കാരിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കും ഈ കേസസ് എല്ലാം നോക്കുന്നത് വരെ എനിക്കും എൻ്റെ മനസ്സിലായ സംശയം ഉണ്ടായിരുന്നു. ഇത് ഈ റേസിസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണോ, എന്താ അവർക്ക് അങ്ങനെയും ചെയ്യാമല്ലോ, അങ്ങനെയും ചിന്തിക്കുക, അത് തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ പക്ഷേ കേസസ് നോക്കണം. കുറച്ച് മേജർ കേസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റോത്തർഹാമിൻ്റെ കേസ് തന്നെയാണ്. റോത്തർഹാമിലെ കേസാണ് ബിഗ്ഗസ്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കാൻഡൽ ഇൻ UK ഹിസ്റ്ററി. മനസ്സിലായില്ലേ? 1510 കുട്ടികളാണ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ഉള്ളത് ടോട്ടൽ. റിപ്പോർട്ടിൽ പറഞ്ഞത് 1400 എന്നാണ്. പിന്നെ അത് ഈ ഒരു സമയം
ഇപ്പോഴും അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സ്റ്റോവ് വുഡ് എന്നോ അങ്ങനെ എന്തോ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എത്ര പേരിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം. 11 തൊട്ട് 15 വയസ്സുള്ള കുട്ടികളാണ് ഈ 1510 കുട്ടികളിൽ ഉള്ളത്. എന്താണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാലോ. കെയർ ഹോംസിൽ പോവുക, വയലൻസ്, അബ്യൂസ് ബൈ മൾട്ടിപ്പിൾ മെൻ, കുറേ ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് അബ്യൂസ് ചെയ്യുക, ഫാമിലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇപ്പോൾ ഈ കെയർ ഹോംസിലല്ലാത്ത കുട്ടികളുണ്ടാവില്ല, അവരിനൊക്കെ ഈ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലീസിനെ ഭീഷണിപ്പെടുത്തിയിട്ടും കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് അവർ ഇതൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചത്. പിന്നെ ഫോഴ്സ്ഡ് പ്രഗ്നൻസീസ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രഗ്നൻസീസൊക്കെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക. ട്രാഫിക്കിംഗ് ആണ് മെയിൻ. അതായത് 10 യൂറോ 8 യൂറോ അങ്ങനെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട് ഇവരുടെ, അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. അത്ര ചെറിയ എമൗണ്ടിനൊക്കെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി ഈ മൈനേഴ്സായിട്ടുള്ള ആൾക്കാരനെ എന്നും പറയുന്നുണ്ട്. അതായത് കുറേ കേസുകൾ ഡിസ്മിസ്സായി പോയി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ലവർ ബോയ് മെത്തേഡിൽ ഈ കൺസെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. കാരണം ആ ഒരു പ്രായത്തിൽ അവർക്ക് എന്താണ് ഈ സംഭവം, എന്താ അവിടെ നടക്കണമെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പിന്നെ നടക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനത്തെ ഓരോ ഈ ആക്ടിവിസ്റ്റ് പോലത്തെ ആൾക്കാരൊക്കെ വന്ന് പറയുമ്പോഴാണ്, ഓ ഞാൻ ചെയ്തത് അന്ന് ശരിക്കും എനിക്ക് സംഭവിച്ച അന്ന് ട്രാഫിക്കിംഗ് ആണ് എന്ന് പല കുട്ടികളും മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ട്. ഈ എന്താ പറയുക, ഈ കൺസെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് കാരണം പല കേസസും തള്ളിപ്പോയി. അപ്പോൾ ഇതിൽ കൾപ്രിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെ റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ മൊത്തത്തിൽ 2/3 ഭാഗവും പാകിസ്ഥാനിലെ ആൾക്കാരാണ്. എത്ര പേരിനെ ശിക്ഷിച്ചു, എത്ര പേര് ഇപ്പോൾ ജയിലിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. 65 കൺവിക്ഷൻസാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അർഷിദ് ഹുസൈൻ, വിളിപ്പേരെന്താ വെച്ചാൽ അർഷിദ് മാഡ് ആഷ് ഹുസൈൻ എന്നാണ് പുള്ളിയുടെ വിളിപ്പേര്. 35 കൊല്ലം ജയിലിലാണ് പുള്ളി. ബഷാരത്ത് ഹുസൈൻ, ഒരു ഹുസൈൻ ബ്രദേഴ്സാണ്, ഒരു ഏട്ടനും അനിയനുമാണ്. പുള്ളിക്ക് 25 കൊല്ലവും 7 കൊല്ലം ഒരു എക്സ്ട്രീം കൺകറൻറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് മൊത്തം 32. ഏട്ടന് 35, ഇവന് അനിയനാണെന്ന് അറിയില്ല. ബഷാരത്ത് ഹുസൈന് 32 കൊല്ലം ടോട്ടൽ. പിന്നെ ബനാറസ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആളുടെ, പുള്ളിക്ക് 19 കൊല്ലം. കുർബാൻ അലി എന്ന് പറഞ്ഞിട്ട് വേറൊരു അങ്കിളുണ്ട്, ഈ ഹുസൈൻ ബ്രദേഴ്സിൻ്റെ അങ്കിളുണ്ട്, പുള്ളിക്ക് 10 കൊല്ലം. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. ഇതിൽ ഒരു സ്ത്രീയുണ്ട്. അതായത് ഇവർക്ക് ഈ കുറേ ആൾക്കാർക്ക് ഇതൊരു നെറ്റ്വർക്കാണെന്നേ പറഞ്ഞില്ല. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഈ പാകിസ്ഥാൻകാർ മാത്രമല്ല, ഈ സ്ത്രീകളായിട്ട് വൈറ്റ് വുമൻസ് ഇതിൽ സ്ത്രീകളായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരിനെ കൊണ്ടാണ് ഇവരിങ്ങനെ വിളിപ്പിക്കുക. എന്നിട്ടാണ് ഇവരുടെ സാധനങ്ങൾ കൊടുക്കലും മറ്റേ ഗിഫ്റ്റ് കൊടുക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കൊടുത്ത് അവരിനെ ഒന്ന് നൈസാക്കി വിടുന്നത്. ആദ്യം പോയിട്ട് തന്നെ ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള വേറൊരു എത്തനിസിറ്റിയിലുള്ള ആൾ വിളിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ വന്നില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് വുമൺ ഉണ്ട്. മെഗ്രഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. അവർക്ക് 13 വർഷം ജയിൽ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ ദ ക്ലോവർ എന്ന് പറഞ്ഞിട്ട് 2015 to 2017 വരെ ഉണ്ടായിരുന്നൊരു ഓപ്പറേഷനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സ്റ്റോവ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനും. അതിലാണ് 39 ആൾക്കാർ ഈ സ്റ്റോവ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിലാണ് ശിക്ഷ വാങ്ങി കിട്ടിയിരിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേരുണ്ട്. അസ്ഗർ, ബോസ്റ്റൺ, മുഹമ്മദ് അമ്മാർ, മുഹമ്മദ് സിയാൻ, അവർക്കൊക്കെ 10 കൊല്ലത്തിൻ്റെ മേലെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ദ ക്ലോവറും ഓപ്പറേഷൻ സ്റ്റോവ് വുഡും, ഈ 2 ഓപ്പറേഷനിലാണ്. ഓപ്പറേഷൻ ദ ക്ലോവർ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞു. പിന്നെ ഓപ്പറേഷൻ സ്റ്റോവ് വുഡായി. ഓപ്പറേഷൻ സ്റ്റോവ് വുഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. റോത്തർഹാമിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല കേസസും ഇപ്പോഴും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്, ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മൊത്തം 65 പേർക്ക് ശിക്ഷ കിട്ടി എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം, പക്ഷെ വളരെ വൈകിപ്പോയി എന്ന് പറയുള്ളൂ. കാരണം ഇത്രയും കാലം ഇവർ സുഖമായിട്ട് ജീവിക്കുകയാണ് യു കെയിൽ. അവർക്ക് യു കെയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പോലും ഇല്ല. അവരുടെ ഒരു കോൺഫിഡൻസ് ആലോചിച്ച് നോക്ക്.
അടുത്തത് റോച്ച് ഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു സംഭവമാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എത്ര വിക്ടിംസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ 47 വിക്ടിംസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ 2024 ആകുമ്പോഴേക്കും അത് 74 വിക്ടിംസായി മൊത്തം. സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഈ കഥയൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇവരുടെ ആ ഒരു ഓപ്പറേഷൻ സെയിമാണ്. കെയർ ഹോംസിനെ ടാർഗറ്റ് ചെയ്യുക, ഡിസ്ഫങ്ഷണലായിട്ടുള്ള ലോ IQ ആയിട്ടുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക. അത് സ്ത്രീകളെന്നും പറയാൻ പറ്റില്ല, വുമൺ എന്നൊന്നും പറയാൻ പറ്റില്ല, കുട്ടികളാണ്. 15 വയസ്സും 16 വയസ്സൊക്കെയാണ് ഏറ്റവും പ്രായം കൂടിയ വയസ്സ്. അത് ആലോചിച്ച് നോക്കുക. അതായത് ബുദ്ധി പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല, അവർക്ക് ബോധം പോലും ഉണ്ടാവില്ല. ഇതിൽ 42 ആൾക്കാരിനെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിൽ കൾപ്രിറ്റ്സ് ആയിട്ട് വരുന്നത് 42 പേരാണ്. ഇതിൽ 98% പാകിസ്ഥാനി, ബ്രിട്ടീഷ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ സിറ്റിസൻസാണ്. 98%. ഓക്കെ. ഒരാൾ മോസ്കിലെ ടീച്ചറാണെന്ന് പോലും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. കൺവിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരെ ശിക്ഷിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 42 പേരിനെയും ജയിലിലാക്കിയിട്ടുണ്ട്. മൊത്തം 432 വർഷം മൊത്തത്തിൽ ഈ 42 പേർക്കും കിട്ടിയിട്ടുണ്ട്, മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോൾ കേട്ടോ. അതിൽ മെയിനായിട്ടുള്ളത് ചൗധരി ഹുസൈൻ 19 വർഷം, ഷബീർ അഹമ്മദ് 19 വർഷം, മുഹമ്മദ് സാജിദ് 12, കബീർ ഹസൻ 9, അബ്ദുൽ അസീസ് 9, അബ്ദുൽ റൌഫ് 6, ആദിൽ ഖാൻ 8, മുഹമ്മദ് അമീൻ 5, അബ്ദുൽ ഖയാം 5, ഹമീദ് സാഫി 4. അങ്ങനെ ഇഷ്ടംപോലെ പേരുകളുണ്ട്, 42 പേരുടെ പേരുകളുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടെക്സ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചെന്നുള്ളൂ. ഇനി അടുത്തതാണ് ഹഡർഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അവിടത്തെയും കേസാണ്. ഇതിങ്ങനെ ഇഷ്ടം പോലെ കേസുകളുണ്ട് കേട്ടോ. ഇത് മേജർ ഫേമസ് ആയിട്ടുള്ള കേസ്. കാരണം ഇവിടെ ഇപ്പോൾ റോച്ച് ഡെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് എങ്ങനെ വെച്ചാൽ 42 പേരിനെ കൾപ്രിറ്റ്സ് ആയിട്ട് വന്നു. ആ 42 പേരിനെയും ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റോച്ച് ഡെയിൽ ഫേമസ്. ഓക്കെ. പിന്നെ 74 വിക്ടിംസും ഉണ്ട് അവിടെ. റോത്തർഹാം എങ്ങനെ ഫേമസ് അറിയാമല്ലോ, അത് ഫസ്റ്റ് കേസാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെയാണ് 1510 വിക്ടിംസാണ് അവിടെ ഉള്ളത്. ഹഡർഫീൽഡ് എങ്ങനെയാണ് ഫേമസ്, അല്ലെ ഹഡർഫീൽഡ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഈ കേസിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഗ്യാങ് എവർ കൺവിക്റ്റഡ് ഇൻ UK. അതാണ് സംഭവം. 2004 തൊട്ട് 2011 വരെയാണ് ഈ ഹഡേഴ്സ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള, ഹഡർഫീൽഡ് അല്ല കേട്ടോ, ഹഡേഴ്സ്ഫീൽഡാണ്. ഹഡേഴ്സ്ഫീൽഡിലുള്ള ആ ഒരു ഗ്യാങ്ങിൻ്റെ ഓപ്പറേഷൻ 2014 തൊട്ട് 2011 വരെയായിരുന്നു. മൊത്തം 42 പേരുണ്ട്. അതിലും 500 വർഷം കിട്ടിയിട്ടുണ്ട്. ഈ 42 പേർക്കും മൊത്തത്തിൽ 500 വർഷം കിട്ടിയിട്ടുണ്ട്. 15 പെൺകുട്ടികളെയാണ് ഇവർ വിക്ടിംസ് ആക്കിയിട്ട് ഈ ഒരു കേസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 11 to 17 വയസ്സ് വരെയാണ് അവരുടെ ഏജ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ കൾപ്രിറ്റ് ഇന്ത്യക്കാരനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനാണ്, സിഖുകാരനാണ്. അമീർ സിംഗ് ഡലിവാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. ഒരു മൈരനാണ്, ചങ്ങാതിയല്ല, ഒരു മൈരനാണ് ഇതിൻ്റെ റിംഗ് ലീഡർ എന്ന് അവർ അറിയപ്പെടുന്നത്. 35 വയസ്സുണ്ട് ആ ചങ്ങാതിക്ക്. 18 വർഷം അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. 2018 ഇത് ഈ ഒരു കേസ് കോടതി വിധിച്ചിരിക്കുന്നത്. 20 പേരിനെ 2018 വിധിച്ചിട്ടുണ്ട്. അതിൽ 6 പേര് 2019, 7 പേര് 2020. അങ്ങനെ മൊത്തം 42 പേര്. ഒക്ടോബർ 2023 ആകുമ്പോഴേക്കും 42 പേർക്കും ശിക്ഷ വിധിച്ചു. ഇതിൽ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റിംഗ് ലീഡർ മാത്രമേ ഇന്ത്യക്കാരുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പാകിസ്ഥാൻകാരും വേറെ ഉള്ള രാജ്യക്കാരും ഒക്കെയാണ്. നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യക്കാർ അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ഹഡേഴ്സ്ഫീൽഡിൻ്റെ മെയിൻ റിംഗ് ലീഡർ ഇന്ത്യക്കാരനാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ മുസ്ലിംസ് ആയിട്ടുള്ള പാകിസ്ഥാൻകാരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യണം. മോഹൻ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. സിഖ് അവയർനെസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി റൺ ചെയ്യുന്ന ആളാണ്. ഇയാളും ടോമി റോബിൻസൺ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ റൈറ്റ് വിങ്ങിൻ്റെ ആൾ, ഈ റാലിയും മറ്റേതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളില്ലേ, പുള്ളിയും
ഈ മോഹൻ സിംഗും ഒക്കെ ആയിട്ട് നല്ല റിലേഷനിലാണ് ഇവർ. ഈ അതായത് സിക്ക് എഗെയിൻസ്റ്റ് ദ ഗ്രൂമിങ് ഗാങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പുള്ളിയുടെ കുറേ ഇൻ്റർവ്യൂവും കുറച്ച് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഡയറക്റ്റ് ഈ കേസൊക്കെ അന്വേഷിക്കുന്ന ആളാണ്. അപ്പോൾ അതായത് സിക്ക് അവയർനെസ് സൊസൈറ്റി എന്നുള്ള ഒരു ഗ്യാങ് ഇവർ ഈ പ്രൈവറ്റ് ഗ്യാങ് പോലെ ഉണ്ടാക്കിയിട്ട് അവർ ഈ ഗ്രൂം ചെയ്ത കുട്ടികളിനെയും ഗ്രൂം ചെയ്ത ആൾക്കാരിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ മോഹൻ സിംഗ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഇത് കുറേ കേസുകളുണ്ട്. നമ്മൾ മെയിൻ കേസുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞുതരാം. അതിനുള്ള ഫുൾ ഡാറ്റാബേസ് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡിലെ കേസ് എന്ന് വെച്ചാൽ വിക്ടിംസിൻ്റെ എണ്ണം കൂടുതലാണ്. 373 കുട്ടികൾ ഓക്സ്ഫോർഡിൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11 to 15 എല്ലാം കണ്ടില്ല. ഈ 11 to 15 ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ആകെ ഡാർക്കാവുന്നത്. 11 to 15 ഈ വയസ്സ്. ഇതേ സംഭവം തന്നെ ട്രാഫിക്കിംഗ് ടു അതർ സിറ്റീസ്, കെയർ ഹോംസിനെ ചെയ്തു, കെയർ ഹോംസിനെ ടാർഗറ്റ് ചെയ്തു, ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്, ഡ്രഗ്സ് കൊടുത്തു, ആൽക്കഹോൾ കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ആ സെയിം ഓൾഡ് ടെക്നിക്ക് തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. 22 പേരിനെ പിടിച്ചിട്ടുണ്ട്. 22 പേരിനെയും ജയിലിലാക്കിയിട്ടുണ്ട്. 100% ഈ ഒരു 22 പേരും പാകിസ്ഥാൻകാരാണ്. ഈ ഒരു കേസിൽ, ഓക്സ്ഫോർഡിലെ കേസിൽ 100% പാകിസ്ഥാൻകാരാണ്. 95 years എല്ലാവർക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. 95 years എല്ലാവർക്കും കൂടെ 22 പേർക്കും കൂടി കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് കാരർ, ബാസം കാരർ, മുഹമ്മദ് കാരറും 2 പേർക്കും 20ഉം 15ഉം കിട്ടിയിട്ടുണ്ട്. അക്തർ ഡോഗാർ 17, അഞ്ജും ഡോഗാർ 17. ഇവരൊക്കെ ബ്രദേഴ്സാണെന്ന് തോന്നുന്നു. കമർ ജാമിൽ 12, സീഷ മുഹമ്മദ് 7, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കേസുണ്ട്. ഗ്രൂമിങ് ഗാങ് archive.uk എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതൊരു മാപ്പ് പോലത്തെ ഒരു വെബ്സൈറ്റാണ്. ഓരോ സ്ഥലത്ത് വിത്ത് ഡേറ്റ്, വിത്ത് ആർട്ടിക്കിൾ, ചുമ്മാ അങ്ങനെ എന്തെങ്കിലും എഴുതുകയല്ല, ന്യൂസ് ആർട്ടിക്കിൾ പ്ലസ് ഇത്ര പേരിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളതും, എവിടെ എന്താണ് സംഭവം ചെയ്തത്, എത്ര പേര് ചെയ്തു, എല്ലാം എത്ര പേര് കൺവിക്റ്റ് ചെയ്തു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കിട്ടും. ഇത് അവർ തന്നെ ഉണ്ടാക്കിയ വെബ്സൈറ്റാണ്. ഞാൻ അവിടെ കൊടുക്കാം. ജസ്റ്റ് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുക. ഈ ചുമ്മാ നമ്മളൊരു രാജ്യത്തിനെയും ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തം ഇങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങനെ ചുമ്മാ പറയാൻ പറ്റില്ല. അപ്പോൾ വിത്ത് പ്രൂഫാണ് ഇവർ പറയുന്നത്. അതായത് ഇതിപ്പോൾ ഉണ്ടാക്കി പറയുമോ, കോടതിയിൽ തെളിയാതെ കിടക്കുന്ന കേസോ ഒന്നുമല്ല. ഇതൊക്കെ തെളിവുള്ള, കോടതി ശിക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? എല്ലാ ആൾക്കാരും ഇങ്ങനെയാണെന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. ബ്രിട്ടീഷുകാർ കൂടെ പറയുന്നില്ല. ടോമി റോബിൻസൺ വരെ പറയുന്നില്ല. പുള്ളിക്ക് പറയുന്നത് അയാൾക്ക് മുസ്ലിം ഫ്രണ്ട്സും ഉണ്ട്, കുറേ പേര് അയാളുടെ സപ്പോർട്ടേഴ്സാണെന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ കുറേ കേസുകൾ ഈ പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. അവസാനത്തെ സെൻസസ് 2021 UK ആൻഡ് വെയിൽസിലുള്ള സെൻസസിൽ പ്രകാരം 2.7% ഉള്ളൂ പാകിസ്ഥാൻകാർ UK ആൻഡ് വെയിൽസിൽ സെൻസസിൽ. മൊത്തം പോപ്പുലേഷൻ 60 million എന്തോ ആണ് പോപ്പുലേഷൻ. അതിൽ 2.7% ഉള്ളൂ. ഇന്ത്യക്കാരുണ്ട് 3.1%. പിടിയിട്ടില്ലേ? എന്നിട്ട് ഏത് കേസ് എടുത്താലും ഇവരാണ് മുന്നിൽ. ആ ഒരു പ്രപ്പോർഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആകെ 2.7 ആൾക്കാരേ ഉള്ളൂ, പെർസെൻറ്റേജേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കേസുകളിൽ അവരാണ് കൂടുതൽ. അതായത് നെറ്റ്വർക്കായിട്ട്, ഗ്യാങ് ആയിട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊക്കെ ഒരു സംശയമില്ല, വൈറ്റ്സ് തന്നെയാണ്. ഇത് ബ്രിട്ടീഷ് കൺട്രി, അവരുടെ കൺട്രി അല്ലേ, അവരല്ലേ മെജോറിറ്റി ഉള്ളത്. മൊത്തം ഏഷ്യൻസ് 9% അങ്ങനെ എന്തോ ഉള്ളൂ. മൊത്തം ഏഷ്യൻസ് എല്ലാ വേറെ രാജ്യത്തെ എല്ലാവരും കൂടെ മെജോറിറ്റി ഉള്ളത് അവരാണ്. അപ്പോൾ ഈ അബ്യൂസ് കേസസും ബാക്കിയുള്ള CSE കേസസിലൊക്കെ ബ്രിട്ടീഷുകാരനെ കൂടുതൽ. പക്ഷേ ഗ്യാങ് റിലേറ്റഡ് എടുക്കുമ്പോൾ പാകിസ്ഥാൻകാരാണ് കൂടുതൽ. പാകിസ്ഥാൻ
പാകിസ്ഥാൻകാരായിട്ടുള്ള ബ്രിട്ടീഷ് സിറ്റിസൺസാണ് കൂടുതലും. ഇവരൊക്കെ സിറ്റിസൺസാണ്, ഇവരൊന്നും അങ്ങനെ ഇല്ലീഗലായിട്ട് കയറി വന്നതൊന്നും അല്ല. അതാണ് നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. എല്ലാം പാകിസ്ഥാൻകാരല്ല എന്ന് പറയില്ല. അതിൽ 2-3 കേസും കൂടി ഉണ്ട്. ബ്രിസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 13 സൊമാലി മുസ്ലിം മെന്നാണ് അതിൽ, പാകിസ്ഥാൻകാരല്ല. 2012 തൊട്ട് 2014 വരെയുള്ള കേസുകളിൽ അവരാണ്. ന്യൂകാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ഫുട്ബോൾ ടീമൊക്കെ ഉള്ള അവിടെയുണ്ട് ഈ ഗ്രൂമിങ് ഗാങ്സ്, അവിടെയുണ്ട്, ന്യൂകാസിലുണ്ട്. 2010 തൊട്ട് 2014 വരെ 18 ആൾക്കാരിനെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഫുൾ അൽബേനിയൻ ഉണ്ട്, കിർഡിഷ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, ഇറാനിയൻ ഉണ്ട്, ഇറാഖി ഉണ്ട്, പാകിസ്ഥാനി ഉണ്ട്, ഇന്ത്യക്കാരുണ്ട്. തെണ്ടിയുടെ പേര് പ്രഭാത് നെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരനുണ്ട്. ഇന്ത്യക്കാരിൻ്റെ മെയിൻ എടുത്ത ഈ പ്രഭാത് നെല്ലിയും ഈ മറ്റേ നമ്മൾ അപ്ലൈ പറഞ്ഞില്ല സിഖുകാരൻ അമീർ സിംഗ് ഡലിവാലി, ഇവരാണ്, ഈ 2 പേരാണ് മെയിനായിട്ടുള്ളത്. ബാക്കി അധികം ഇന്ത്യക്കാർ, ഞാൻ കുറേ എനോടും മറ്റേ ഡാറ്റനൊക്കെ ചോദിച്ചു, ഈ 2 പേരിനാണ് മെയിനായിട്ടുള്ളത്. ബാക്കി അങ്ങനെ ആരും മെയിനായിട്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത്. 2 പേര് മെയിനായിട്ടൊക്കെ ഉള്ളൂ. മറ്റുള്ള പാകിസ്ഥാൻകാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരും നല്ല ആൾക്കാരൊന്നുമല്ല. ഈ 2 തെണ്ടികൾ തന്നെയാണ്, അതിൽ ആർക്കും സംശയമൊന്നുമില്ല. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ പാകിസ്ഥാനി മുസ്ലിം മെന്നാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാരെന്ന് പറയാൻ എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ? ഇപ്പം നമുക്കിങ്ങനെ ഓരോ കേസ് എടുത്തിട്ട് ഇതിൽ 5 പേര്, 10 പേര്, 12 പേര്, 40 പേര് എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയാണ് 2017 ദ ക്യുല്ലം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്, ഞാൻ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, 2017 റിപ്പോർട്ടെന്ന് പറയാം. അതൊരു റിസർച്ച് ഏജൻസിയാണ്. ഓക്കെ, ആ റിസർച്ച് ഏജൻസി കണ്ടുപിടിച്ച ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 84% വരുന്ന ഗ്രൂമിങ് ഗാങ്സിൻ്റെ കേസുകളിൽ കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനികളാണ് എന്ന് ഒരു റിപ്പോർട്ട് വരികയാണ്. അത് ഭയങ്കര എക്സ്പ്ലോസീവ് റിപ്പോർട്ടായിരുന്നു. അവർ 2005 തൊട്ട് 2017 വരെയുള്ള 58 കേസുകൾ അവർ എടുത്ത് പഠിച്ചതിലാണ് 264 കുറ്റവാളികളാണ് ഈ 58 കേസുകളിലുള്ളത്. അതിലെ 222 പേരും പാകിസ്ഥാനികളാണ്, 22 പേര് ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആഫ്രിക്കൻ എന്നുള്ള ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, 18 പേര് വൈറ്റ്സാണ്, 2 പേര് അൺനോൺ എന്ന് എഴുതിയിരിക്കുന്നത്, അതെന്താണെന്നറിയില്ല. ഇതാണ് ആ ഒരു റിപ്പോർട്ടിലുള്ളത്. ഈ ഒരു റിസർച്ച് ഏജൻസിയാണ് ഇത് ഉണ്ടാക്കിയത്. അതിൽ അവർ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു ഏജൻസി എന്താ ഇപ്പോൾ റേസിസ്റ്റ് ഏജൻസിയാണോ, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, 84% പേര് പാകിസ്ഥാനി എന്ന് പറയുന്നത്, എന്തെങ്കിലും ഇവർ ബ്രിട്ടീഷ് റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരാണോ എന്ന് നമുക്കൊരു സംശയം വരും. അല്ല, ഈ ഏജൻസിൻ്റെ ഹെഡ് ആരറിയോ? ഈ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ ഹരസ് റഫീഖും മുഹമ്മദ് ആദിലും. മനസ്സിലായില്ല? അതായത് പാകിസ്ഥാൻകാരാണോ എന്നറിയില്ല, 2 മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത്. ഓക്കെ, അല്ലാതെ വേറെ ഇവർക്കെതിരെ ദേഷ്യമുള്ള ആരും അല്ല ഇത് നടത്തിയിരിക്കുന്നത്. അവരും നടത്തിയ സ്റ്റഡിയിലാണ് ഇങ്ങനെ പറയുന്നത് 84% പേര് പാകിസ്ഥാനി ആൾക്കാരാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് എതിരഭിപ്രായങ്ങൾ വന്നു. അതായത് ഈ 58 കേസുകൾ ഇവർ വേണമെന്ന് വെച്ച് എടുത്തതാണ്, അതായത് ഇവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പാകിസ്ഥാനുകാരനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്, മൈനോറിറ്റിക്ക് എതിരെയാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇവർക്കെതിരെ ആക്ഷേപണങ്ങൾ വന്നു. ഇത് സോഷ്യൽ ഹാർമണിനെ ബാധിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ മെത്തഡോളജിനെ ക്വസ്റ്റ്യൻ ചെയ്തു എല്ലാവരും. അതുപോലെ അതായത് ഓവർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നു. ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്നത് ഒരു ലീഗൽ കാറ്റഗറി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അതൊക്കെ സംഭവം അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ CSE എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ചെറിയ പെർസെൻറ്റേജ് മാത്രം. ഈ CSൻ്റെ കണക്ക് ഭയങ്കര വലുതാണ്. അത് KC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്ത് നമുക്ക് KC റിപ്പോർട്ടിൽ വരാം. അതിൽ അവർ ഒരു എണ്ണം പറയുന്നുണ്ട്. അതായത് ഒരു കൊല്ലം 5 ലക്ഷം കേസോ അങ്ങനെ എന്തൊക്കെയാണ് മൊത്തം ഈ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കേസുകൾ വരുന്നത്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണിത്.
പക്ഷെ അതെല്ലാം ഇൻഡിവിജ്വലും മറ്റേ വീട്ടിലുള്ള ആൾക്കാരും അങ്ങനത്തെ അബ്യൂസ് കേസസാണ് അതൊക്കെ. പക്ഷെ ഇത് ഒരു ഗ്യാങ് ആയിട്ട് ചെയ്യുന്ന ഒരു കേസാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു കുറച്ച് ബുദ്ധി കുറവുള്ളവരിനെയും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കിടക്കുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അതും എല്ലാം മോശം തന്നെ. പക്ഷെ ഇതിൽ ഇങ്ങനെ ഈ 2.7% ഉള്ള ആൾക്കാർ ഈ 84% ഈ കുറ്റങ്ങളും അവരാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് ഇത് എക്സ്പ്ലോസീവായി മാറുന്നത്. ഇനിയാണ് നമ്മുടെ അടുത്ത റിപ്പോർട്ട്. ഇനി അടുത്തൊരു സ്റ്റഡീൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ടത് 2020. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഹോം ഓഫീസിൻ്റെ പേപ്പർ. ഹോം ഓഫീസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് 2020 ഇറങ്ങിയ ഒരു സ്റ്റഡിയാണിത്. പ്രതി പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരി, ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെ ആയിരിക്കും, ഇന്ത്യക്കാരിയാണ് പ്രീതി പട്ടേൽ. അവരാണ് ഇത് നോക്കിയത്. അവർ ഗ്രൂപ്പ് ബേസ്ഡ് CSE ഒഫൻഡേഴ്സിൻ്റെ ഒരു സ്റ്റഡിയാണ് ഈ ഹോം ഓഫീസുകാർ നടത്തിയത്. ഇതിലൊരു കോട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. Some studies indicated an over-representation of Asians and black offenders. അതായത് കുറച്ച് സ്റ്റഡി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ റിസർച്ച് ടീംസിൻ്റെ പ്രൈവറ്റ് റിസർച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവർ പറഞ്ഞേക്ക് 84 പേര്. അപ്പോൾ കുറച്ച് ഒരു കമ്മ്യൂണിറ്റി, ഒരു എത്തനിസിറ്റി ഒരുപാട് ഇത് ചെയ്യുന്നു എന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത്. However, it is difficult to draw conclusions about ethnicity of offenders as existing research is limited and data collection is limited. മനസ്സിലായില്ല? അതായത് ഡാറ്റ ഇല്ല ഇതൊന്നും കൺഫേം ആയിട്ട് പറയാൻ എന്നാണ് ഈ ഹോം ഓഫീസിൻ്റെ പേപ്പർ പറയുന്നത്. നോ സിംഗിൾ കമ്മ്യൂണിറ്റി ഈസ് ടാർഗറ്റഡ്. അതായത് ഒരു സിംഗിൾ കമ്മ്യൂണിറ്റീനെ ഒരുപാട് കുറ്റം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇവരിതിൽ പറയുന്നത്. അപ്പോൾ ഇത് ആണ് എല്ലാവരും കാണിച്ചു തരിക. നമ്മൾ ആദ്യം അടിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാൻകാരാണോ ഈ ഗ്രൂമിങ് ഗാങ്സിൻ്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം കാണിച്ചു തരുതായി ഇത് കാണുക അല്ല, വൈറ്റ് കേസസ് ആണ് കൂടുതൽ, വൈറ്റ് കുറ്റവാളികളാണ് കൂടുതൽ എന്ന് കാണിച്ചു തരും. അവിടെയാണ് നമ്മളൊരു 5 കൊല്ലം ഇങ്ങോട്ട് വരേണ്ടത്. KC റിപ്പോർട്ടിൽ 2025 ഇത് വരുന്നത്. അതിലാണ് അവർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തമായിട്ട് പറയുന്നത്, ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും വെസ്റ്റ് യോർക്ക്ഷയറിലും ഉള്ള സ്ഥലത്ത് എത്നിസിറ്റി എടുത്തിട്ടുണ്ട്, ഡാറ്റ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ പാകിസ്ഥാൻകാർ തന്നെയാണ് കൂടുതൽ. എന്നാൽ നാഷണൽ ലെവലിലെത്തുമ്പോൾ എത്നിസിറ്റിയെ എടുത്തിട്ടില്ല. 70% എന്തോ എത്നിസിറ്റി എടുത്തിട്ടേ ഇല്ല. ഈ ഗ്യാങ് ആയിട്ട് അബ്യൂസ് ചെയ്യുന്നവരുടെ കേസുകളിൽ എടുത്തിട്ടില്ല. അത് കാരണം നമുക്ക് എത്നിസിറ്റിയും ഒരാളിനെ ഇവരാണ് കുറ്റവാളികൾ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ KC റിപ്പോർട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് സ്കെയിലിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ KC റിപ്പോർട്ട് ഞാൻ PDF അവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കയറി നോക്കാം. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് ഈ എത്നിസിറ്റി, ഓരോ ആൾക്കാർ ഏത് എത്നിസിറ്റിപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്നതൊക്കെ നല്ല വ്യക്തമായിട്ട് അതിൽ കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ തന്നെ ഓൾറെഡി. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നോക്കാം. ഇപ്പോൾ അതല്ല നമുക്കിവിടെ കാര്യം. നമുക്ക് ഇപ്പോൾ പറയാൻ പോകുന്നത് സ്കെയിൽ, എത്ര പേര്, എത്ര അബ്യൂസ് കേസസ് ഉണ്ടാവുന്നുണ്ട്, ഇതിൽ അവസാനം ഈ ഗ്യാങ് ആയിട്ടുള്ള അബ്യൂസ് കേസസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ സ്കെയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 60ാമത്തെ പേജിലാണ് ഇത് പറയുന്നത്. ഈ ഡോക്യുമെൻ്റ് 60ാമത്തെ പേജ്, കൺക്ലൂഷൻ ഓൺ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. 5 ലക്ഷം കുട്ടികൾ മൊത്തം അബ്യൂസ് കേസസ് വരുന്നുണ്ട് ഒരു കൊല്ലം. അതിൽ 1000 എന്നെ പോലീസ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതിലെ 68% ഒഫൻസസ് ആയിട്ട് കൂട്ടുന്നുള്ളൂ. അതിൽ കുറേ എണ്ണം ഫ്ലാഗ് ചെയ്യുന്നുണ്ട് CSE കേസസ് ആയിട്ട്. അതിൽ 1,17,000 കേസുകളെ CSE കേസസുകളായിട്ട് കൂട്ടുന്നുള്ളൂ. അതിൽ തന്നെ 700 റെക്കോർഡഡ് ഒഫൻസസേ ഗ്രൂമിങ് ഗാങ്സിൻ്റെ ആയിട്ടുള്ളൂ. 2023 കണക്കാണ്. വെറും 700 കേസസേ ആ ഒരു കൊല്ലം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
5 ലക്ഷത്തിൽ നിന്ന് ആണ് ഈ 700 വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഇത് വലിയ സംഭവമല്ല എന്ന് നമുക്ക് ഈ ഡാറ്റ നോക്കുമ്പോഴും ഈ ഹോം ഓഫീസിൻ്റെ പേപ്പർ നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ കേസ് തന്നെയാണ്. അത് ഈ കുട്ടികളിനെ അബ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഇനിയൊരു മോശം കാര്യമുണ്ടോ? അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഗ്യാങ്, ഒരു പാകിസ്ഥാൻകാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കാണ് ഏറ്റവും മോശം? പാകിസ്ഥാൻകാർക്ക്. അപ്പോൾ അവർ തന്നെ ഇതിനെ നിലയ്ക്ക് നിർത്താനും ഇതിനെ പുറത്ത് കൊണ്ടുവരാനും നോക്കണ്ടേ, നമ്മുടെ മോഹൻ സിഖുകാരൻ ചെയ്യുന്ന പോലെ. അപ്പോഴല്ല അവർക്ക് തന്നെ ഇവർ കുഴപ്പമില്ല, ഇവർക്ക് സപ്പോർട്ടില്ല. അതായത് ഇപ്പോൾ എല്ലാവരും മിണ്ടാണ്ടി ഇതിനെ മൂടി വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താ തോന്നുക? അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നല്ല തോന്നുക. അതാണ് കാര്യം. അതാണ് ഈ കേസ് റിപ്പോർട്ടിലുള്ളത്. ഭയങ്കര ഒരു റിപ്പോർട്ടാണ്. എനിക്കിതൊക്കെ വായിച്ചിട്ട് ആകെ ഭ്രാന്തായി. പിന്നെ പറയുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇതെങ്ങനെയാണ് ഇവർ പൊളിറ്റിക്കലി ഇതിനെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 2010 വരെ ലേബർ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ഈ എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടക്കുന്ന സമയത്ത് ലേബർ പാർട്ടിയാണ്. അപ്പോഴാണ് ഈ കൗൺസിലർ ഇവരിനെ ഈ മന്ത്രിമാരിനെയൊക്കെ അറിയിക്കാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ചെറിയ കേസാണ്, ഇതൊക്കെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോന്ന് പറഞ്ഞു വിട്ടത്. 2010 ശേഷം കൺസർവേറ്റീവ്സാണ്. ഋഷി സുനക്കൊക്കെ കൺസർവേറ്റീവാണ്. അതിൻ്റെ ഐറണി നോക്കണേ, കൺസർവേറ്റീവ് ആയിട്ടുള്ള പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ. ലിബറൽസിൻ്റെ സ്റ്റാമറൊക്കെ ലിബറൽസ് പാർട്ടി, ലേബർ പാർട്ടിൻ്റെ ആളാണ്. പുള്ളി ബ്രിട്ടീഷുകാരൻ. എന്താ ചെയ്യുക? അപ്പോൾ ഈ കൺസർവേറ്റീവ്സാണ് 2010 തൊട്ട് ഇത്രയും കാലം ഭരിച്ചത്, സ്റ്റാമർ വരുന്ന വരെ. അപ്പോൾ അത്രയും കാലം ഇവർ ഒരുപാട് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ നോക്കുക. അത് ഓഫ് കോഴ്സ് അവർ നോക്കുമല്ലോ. അതായത് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഇത് ചെയ്തു. ഋഷി സുനക്ക് വന്നിട്ട് ഡീപ്പോർട്ട് ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള ഒഫൻസസ് ചെയ്യുന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റോത്തർഹാമിലെ ലേബർ ആ ടീംസിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൗൺസിൽ ഭരിക്കുന്നത് ലേബർ പാർട്ടിയാണ്. അപ്പോൾ അത് കാരണം അവിടുത്തെ കൗൺസിലിന് ഒരുപാട് കുറ്റം പറയലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം പൊളിറ്റിസൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇത് എന്താണ് നമുക്കിവിടെ എന്താ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റമാറ്റിക് ഫെയിലിയർ റിപ്പോർട്ടിൽ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ഫെയിലിയർ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൽ ഒരു നാസർ അഫ്സൽ എന്ന് പറഞ്ഞിട്ട് ചീഫ് ക്രൗൺ പ്രോസിക്യൂട്ടർ ഇൻ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പുള്ളി ഈ ക്രൗൺ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ എന്തോ ആണ് ഈ ക്രൗൺ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് എനിക്കും അറിയില്ല, കോടതിൻ്റെ എന്തോ ആളാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ഏഷ്യൻ മെൻ ഡു ഗ്രൂപ്പ് ഒഫൻസസ് വൈൽ വൈറ്റ് മെൻ ഡു ഇറ്റ് അലോൺ. അതായത് പുള്ളി പറയുന്നത് ഇങ്ങനത്തെ കേസുകളിൽ എന്താണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏഷ്യൻ മെൻ, അതായത് പാകിസ്ഥാനി ആയിട്ടുള്ള ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഈ ഒഫൻസ് ചെയ്യുന്നു. അതേപോലെ ഈ അബ്യൂസ് കേസസും ബാക്കിയുള്ള ഇങ്ങനത്തെ കേസസും വൈറ്റ് മാൻ ചെയ്യുന്നത് അതൊക്കെ ഒറ്റയ്ക്കും, അതായത് ഒരുപാട് നെറ്റ്വർക്കും ഭയങ്കര സംഭവമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് വായിച്ചപ്പോൾ സംഭവം എനിക്കും ശരിയാണെന്ന് തോന്നി. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അബ്യൂസ് കേസസ് ഇൻ UK എന്ന് അടിച്ചു കൊടുത്താൽ നമ്മൾ ഈ ഗ്രൂമിങ് ഗാങ്സിനെ കുറിച്ചൊന്നും കേക്ക് കൂടിയില്ല പിടിക്കുക. അവിടെയാണ് ഈ സംഭവം വരുന്നത്. ഇതുതന്നെയാണ് ഈ റൈറ്റ് വിങ് ഇപ്പോൾ മെയിൻലി അവർ യുണൈറ്റ് ആവാനുള്ള കാരണമേ വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് ഇതാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ രാജ്യത്ത് ഒരാൾക്കാരുണ്ട് 2%-3% താഴെ അവരുള്ളൂ. അവരിങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ മറ്റേ ബംഗാളികളും മറ്റവരും ജോലിക്കും ഇതിനൊക്കെ കുറേ പേര് വരുന്നില്ലേ, അവർ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ അബ്യൂസ് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്തായിരിക്കും? സെയിം മെൻറ്റാലിറ്റി.
ഇത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ അവിടെ ജോലിക്ക് വരുമ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ ജോലിക്കല്ലേ അവിടേക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കോളനൈസേഷനൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്. അവിടെ ഒരു ജോലി തരുമോ എന്ന് പറഞ്ഞിട്ട് വിസ അപ്ലൈ ചെയ്തിട്ടല്ലേ നിങ്ങളവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ഇത്തിരി ഒരു മര്യാദയ്ക്ക് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ആ കൾച്ചർ അനുസരിച്ച് ഇരിക്കുക, അത്രേ വേണ്ടൂ. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നവും. നിങ്ങളുടെ നാട്ടിലെ തോന്നിയ വസ്തുവൊന്നും അവിടെ പോയി ചെയ്യാതിരിക്കുക, കഴിഞ്ഞു. അത്ര ചെയ്താൽ മതി. ഈ UK പഠിക്കാൻ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഇത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ നാട്ടിലുള്ളവനെ കൂടിയാണ് ബാധിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ ആൾക്കാർ എന്താണ്, എങ്ങനെയാണ് മര്യാദയ്ക്ക് നടക്കുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. അതാണ് വേണ്ടത്, അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോയാൽ പ്രാന്താവുക. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ വിക്ടിംസ് ഉണ്ട്. ഈ പണ്ടത്തെ പെൺകുട്ടികൾ ഇപ്പോൾ വളർന്ന് വലുതായിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് ആക്ച്വലി പറയാൻ ഒരു താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. പീഡിപ്പിച്ചു, അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയി, അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഒരു വൈറ്റ് വുമണായിരുന്നു ഞങ്ങളെയൊക്കെ അവിടെ എത്തിച്ചിരുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകളുണ്ട്. അപ്പം ഇങ്ങനത്തെ കഥകൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ഒരു ഇതാക്കാന്നല്ലാതെ വേറെ ഇതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ ചെയ്യുന്നു. ഇത്ര ഗ്യാങ് ആയിട്ട് അബ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ എന്താണ്. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഒരു കാര്യം. ഈ ഒരു ടോപ്പിക്ക് ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പണി എടുത്തു. കാരണം ഇതൊന്ന് വേഗം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഒരു വല്ല ഹാപ്പി ടോപ്പിക്കിലേക്ക് പോകാൻ. ഇതാകെ ഡിപ്രഷനാക്കുകയാണ് നമ്മൾ വായിക്കുമ്പോൾ. കാരണം ഇത് അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. ഈ വിക്ടിംസിൻ്റെ കുറേ ടെസ്റ്റിമോണിയൽസും വിക്ടിംസിനെ ഇൻ്റർവ്യൂ ആണ് കുറേ ഇത് ഡോക്യുമെൻ്ററീസൊക്കെ ഉണ്ട്. അതൊന്ന് കാണാൻ വയ്യ, ഭയങ്കര. കാരണം ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവർ വലുതായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഓരോ കാര്യങ്ങൾ പറയാണ്. ഇറ്റ്സ് വെരി ഡാർക്ക്, ഇറ്റ് ഈസ് വെരി ഡിസ്റ്റർബിങ് ഓൾസോ. ഇനി കുറച്ച് ഹാപ്പി ടോപ്പിക്ക് കണ്ടുപിടിക്കണം. വയ്യ എങ്ങനത്തെ ഓരോന്നും ചെയ്തിട്ട്. പോഡ്കാസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ പല അഭിപ്രായം ഉണ്ടാവും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇതൊക്കെയാണ് സത്യങ്ങൾ. ഓക്കെ, ഒന്നും പറയാനില്ല.